പിന്നെ മണിക്കാർ ഗ്രൂപ്പിന്റെ പരിപാടി എന്തല്ല ഈ പേര് തന്നെ കേട്ടാ അറിയാം. ഇതൊരു എന്തല്ല ഒരു ഫോർമാലിറ്റി ഇല്ലാത്തൊരു പരിപാടിയായിട്ടാണ് ഇതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്. ഫോർമാലിറ്റി ഇല്ല, നമ്മളൊരു കാഷ്വൽ, നമുക്ക് ഒന്നിച്ചിരുന്ന ഒരു വർത്താനം പറയാനുള്ള ഒരു അതിൻ്റെ അകത്ത് അതില് പിന്നെ ആരിഫ് ഡോക്ടറെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിൻ ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നു. അപ്പൊ അതിലൊരാളെ നമ്മൾ സെലക്ട് ചെയ്ത് ആരിഫ് ഡോക്ടറെ നമ്മൾ പിന്നെ അതൊരു കാഷ്വൽ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനും നമ്മൾ കൂടുതൽ അടുത്തറിയാനൊക്കെ ഉള്ള ഒരു വേദിയായിട്ടാണ് പണിയക്കര ഗ്രൂപ്പ് ഇതിനെ കണ്ടത്. അപ്പോ ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ റഷീദാണ്. റഷീദ് പിന്നെ അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ നീക്കുന്നത് റഷീദാണ്. അപ്പൊ വളരെ സന്തോഷമായി ഏതായാലും. അപ്പൊ ആരിഫ് ഡോക്ടറെയൊക്കെ നമ്മൾ വളരെ അടുത്ത പെരുമാറിയിട്ടുള്ള വളരെ ചെറുപ്പകാലം മുതലേ വളരെ അടുത്ത ആളുകളാണ്. ഇതിനകത്ത് വന്ന ആളുകളും അങ്ങനെ തന്നെയാണ്. അപ്പോ അവരെ നമുക്ക് ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പഴയ ഓർമ്മകൾ പറയാനും പിന്നെ അതോടൊപ്പം പിന്നെ നമ്മൾ പരസ്പരം ഒന്നുകൂടി ഒന്ന് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു വേദിയായിട്ടാണ് ഇതിനെ കാണുന്നത്. വാണിയക്കാരിൽ ആകുമ്പോൾ നമുക്ക് വാണിമേലുള്ള ആളുകൾക്കിടയിൽ കുറച്ചുകൂടി സൗഹാർദ്ദം കുറച്ചുകൂടി ഊട്ടിയുറപ്പിക്കാനൊക്കെ ഇത് ഉപകരിക്കുന്നുള്ള നിലയിലാണ് വലിയ ലക്ഷ്യങ്ങളോട് കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം റഷീദ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അറിയാം. അതോടൊപ്പം ഇതിന് ഫോർമാലിറ്റീസ് ഇല്ല, ഇൻഫോർമലാണ്, വളരെ യാതൊരു എന്തും ആവശ്യമില്ല. ഇതില് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാവുന്ന നമ്മള് പണ്ട് കൊളപ്പുറമ്പത്ത് പോയി സംസാരിക്കുന്ന പോലെ ബാക്കി കാര്യങ്ങള് റഷീദ് പറയുന്നു വിചാരിക്കും തുടങ്ങുന്നു. കാണുന്ന മുഖങ്ങളെല്ലാം വയസ്സന്മാരാണ്, എല്ലാരും അങ്ങനൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇപ്പം സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? അപ്പൊ ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 2 പേരുടെ മൈക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം മ്യൂട്ടാവും. അത് മ്യൂട്ടായിട്ടാണ് സംസാരിക്കുക. എന്നിട്ട് നമ്മൾ ഈ ഏതാണ്ട് ഒരു 1 മണിക്കൂറോളം നീളുന്ന ഒരു സംസാരിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് നേരം നമുക്ക് ബാക്കി എല്ലാവർക്കും ഒരുമിച്ച് സംസാരിക്കാവുന്ന പോലെ. അതത്രയും ഫോർമൽ ആവുന്നതെന്ന് പറഞ്ഞാൽ ഇത് റെക്കോർഡ് ആവുന്നുണ്ട്. അതപ്പോ യൂട്യൂബിൽ വരുമ്പം അതല്ലെങ്കിൽ നമ്മള് ഈ എന്താ പറയാ നമ്മളെല്ലാരും കൂടിയുള്ള ഒരു സംസാരം മാത്രമായിട്ട് ഈ പരിപാടി അങ്ങ് നിന്നു. അപ്പം അതുകൊണ്ട് സജീറെ നമുക്കെന്നാ അതിലേക്ക് കടക്കാം. എന്റെ വോയിസ് ക്ലിയർ ആകുന്നുണ്ടോ? ഓഡിയോ ക്ലിയർ ആണ്. അതെ, ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തല്ല എന്ന് ചോദിക്കുന്ന അതേ കാഷ്വൽ സ്വഭാവത്തിലുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇത് ആലോചിക്കുന്നത്. ഇപ്പം യഥാർത്ഥത്തിൽ ഇപ്പൊ ആരിഫ് ഡോക്ടറെ കാണുന്നത് കുറെ കാലത്തിന് ശേഷം. അതേപോലെ തന്നെ നോക്കുമ്പോൾ വാണിയക്കാർ മൊത്തം എന്റെ മുമ്പിൽ നിരന്നു വന്ന് നിൽക്കുന്നത് പോലെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്വന്തം എന്താ പറയാ നാട്ടിലെത്തിയ പോലെയുള്ള ഒരു ഫീലിംഗ് ആണുള്ളത്. നേരത്തെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ആരിഫ് ഡോക്ടറെ ഇപ്പം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഉപ്പാനെ കുറിച്ച് ആലോചിക്കുമ്പം ഓർമ്മയിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാന്ന് പറയും? ഉപ്പ അൽഹംദുലില്ലാ ഇപ്പോഴും ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അസുഖങ്ങളൊക്കെയാണ്, പിന്നെ ഓർമ്മയൊക്കെ കുറയുന്നുണ്ട്. പിന്നെ എന്നാലും ഓക്കെ, നമ്മളുള്ള സമയത്തൊക്കെ വളരെ ഹാപ്പിയാണ്. ഓർമ്മക്കുറവിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഉപ്പ ശരിക്കും പറഞ്ഞാല് പിന്നെ ഉപ്പ എന്നൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഈ ചോദ്യത്തിന് ഞാൻ ആലോചിച്ച് നോക്കി, ഒന്നും പഠിപ്പിച്ചിട്ടില്ല ഉപ്പ. പക്ഷെ ഇപ്പം എല്ലാം സൈലന്റ് ആണ്. ഇപ്പോൾ സ്കൂളിൽ മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് അടുത്തതിന് പിടിക്കാം, അങ്ങനെ അടുത്തതിന് പിടിക്കാം. ഇനി മാർക്ക് കൂടിയാലും നല്ല സന്തോഷം. പിന്നെ എങ്ങനെ പഠിക്കണം അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കണക്കിന് എനിക്ക് തോന്നുന്നു ഉപ്പാക്ക് എൻ്റെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ടാവും ചെറുപ്പത്തിലേ, ഓനങ്ങ് പഠിച്ചോളും എന്നുള്ള. അതുകൊണ്ടായിരിക്കാം. പിന്നെ ചോദിക്കുന്നത് എന്ത് ചോദിച്ചാലും തരും. പഠനത്തിന് വേണ്ടി എത്ര കാശ് ചോദിച്ചാലും അതിനൊന്നൊരു എന്തിനാണെന്നൊന്നും ചോദ്യമില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാവും ഉപ്പ. വളരെ സൈലന്റ് ആയിട്ടാണ് വീക്ഷിക്കുക. പിന്നെ പഠിക്കുന്ന ആരായാലും, ഞാനെന്നല്ല ആരായാലും എല്ലാവരും വിജയത്തിൽ ഉപ്പാക്ക് ഭയങ്കര ഒരു ഇത് കാണുന്ന ആളാണ്. ഭയങ്കര സന്തോഷം. അതിപ്പോഴും ഞാൻ ചിലപ്പം ആ ട്രിക്ക് എടുക്കാറുണ്ട്. ഇപ്പൊ ഉപ്പാൻ്റെ അടുത്ത് പോകുമ്പോൾ ഇപ്പൊ എങ്ങനെ ഇരിക്കും, ഉപ്പാക്ക് ഒന്നും പറയുന്നില്ലെങ്കിൽ ഞാൻ
ആരെങ്കിലും അങ്ങ് വിജയിച്ചു എന്ന് പറയും, വെറുതെ ചുമ്മാ അങ്ങ് വിജയിച്ചു എന്ന് പറഞ്ഞാല് ഉപ്പ ആരാണെന്ന് ചോദിക്കും. അപ്പൊ ഭയങ്കര സന്തോഷം, ആരാണ് വിജയിച്ചത്, അല്ലെങ്കിൽ ആർക്കെങ്കിലും PSC എന്തെങ്കിലും പോസ്റ്റ് ആർക്കാണ് കിട്ടിയതെന്ന് ഭയങ്കര സന്തോഷം. അപ്പോ അതാണ് ഉപ്പ. ഉപ്പ ഡയറക്റ്റ് ആയിട്ടൊന്നും പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ ഉപ്പാക്ക് അറിയായിരുന്നു ഞാൻ പഠിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എഫേർട്ട് ഉപ്പ എടുക്കേണ്ടി വന്നിട്ടില്ല. അതാണ്. എല്ലാം പോസിറ്റീവാണ്. തോറ്റാലും ജയിച്ചാലും കുറഞ്ഞാലും കൂടിയാൽ നല്ല സന്തോഷം ഉണ്ടാവും. വീട്ടിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഉപ്പ ചോദിക്കും, അതിന് കാത്തു നിൽക്കുന്നുണ്ടാവും റിസൾട്ട് അറിയാൻ. അങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു ഉപ്പ. ഉമ്മാനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഉമ്മാന്റെ വീട്, ഉമ്മാന്റെ വീട് ചിലപ്പോൾ അറിയില്ല. ഉമ്മ വെള്ളിയോടാണ് ഉമ്മാന്റെ വീട്, പാലോളി വെള്ളിയോടാണ്. ഉമ്മ ആക്ച്വലി എഴുതാനും വായിക്കാനൊന്നും ഉമ്മക്ക് അറിയില്ല, മലയാളം അറബി അറിയും ഉമ്മക്ക്. പക്ഷെ എൻ്റെ വീട്ടിൽ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾ ഉമ്മയാണ്. ഭയങ്കര ഇന്റലിജന്റ് ആണ്, ആൾക്കാരുടെ പെരുമാറും. ഉപ്പാനേക്കാളൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഉമ്മ മറ്റേ പഠിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലൊക്കെ നന്നായി എത്തുമായിരുന്നു. പക്ഷെ എന്തോ അന്നത്തെ അവരെ ആ ഒരു നാടൻ സമ്പ്രദായത്തിൽ വന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ കുറച്ച് ശ്രമിച്ചിട്ടുണ്ട് ഉമ്മാനെ പഠിപ്പിക്കാൻ, നമ്മളെ പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ. അപ്പൊ ഉമ്മ കുറച്ചൊക്കെ പഠിച്ചു, അങ്ങനെയൊക്കെ തന്നെയുള്ളൂ, കൂടുതലായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ എല്ലാ കാര്യങ്ങളിലും ഉമ്മ കുറച്ച് സ്ട്രിക്റ്റ് ആവും, ഉപ്പാനെ പോലെയല്ല, എല്ലാം കുറച്ചും കൂടെ പിന്നെ സ്ട്രിക്റ്റ് ആണ്. പറയേണ്ടത് ഇതിൽ ചൂടാവുകയൊക്കെ ചെയ്യും, അടിക്കുകയൊക്കെ ചെയ്യും. ഉപ്പ അടിച്ചതായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഒരു പ്രശ്നമില്ല. ഉമ്മ നല്ല ബ്രില്യൻറ്റ് ലേഡിയാണ്, ഇന്റലക്ച്വലി. ഈ ഭൂമിയേൽക്കൽ സ്കൂളാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങിയത്. അന്നത്തെ ഒരു സ്കൂളിന്റെ സ്ഥിതി എങ്ങനെയായിരുന്നു? അതായത് ഇപ്പം യൂണിഫോമും അതുപോലൊക്കെയുള്ള ഭയങ്കര ഫോർമൽ ആയിട്ടൊക്കെ ഉള്ള ഇതാണ് എല്ലാ സ്കൂളും. അതെ, ആദ്യം യൂണിഫോം ഉണ്ടായിരുന്നില്ല. എന്റെ പിന്നെ ഉമ്മയൊക്കെ പറയാറ്, എനിക്ക് തോന്നുന്നു ഞാൻ 5ാം ക്ലാസ് ചേരുന്നതിന് മുമ്പേ എന്നെ കുട്ടികളെടുത്ത് സ്കൂളിൽ കൊണ്ടുപോകായിരുന്നു എന്ന് പറയുന്നത്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പെൺകുട്ടികളും ബന്ധുക്കളോ ആരൊക്കെയോ സ്കൂളിൽ ചേർക്കുന്നതിന്, അന്ന് നഴ്സറി ഒന്നും ഇല്ലല്ലോ, അന്നേരം തന്നെ എടുത്തു കൊണ്ടുപോകാറുണ്ടായിരുന്നു സ്കൂളിൽ നിന്നെല്ലാം പറയുന്നതൊക്കെ. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ യൂണിഫോം ഒക്കെ എനിക്ക് തോന്നുന്നത് ഞാനൊരു 3ലോ 4ലായിട്ടും വരുമ്പോ ഒരു കുറച്ചു കാലം ഒരു യൂണിഫോം തുണി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതാരും വന്ന് തയ്പ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയം. കട്ടിയുള്ള ഒരു തരം നീല ലുങ്കിയെല്ലാം എടുത്തിട്ട് കുട്ടികൾ വരെയായിരുന്നു. പിന്നെ ട്രൗസർ, നമ്മളെ വള്ളി ട്രൗസർ, അതൊക്കെ ഇട്ട് പോയ ഓർമ്മ. പിന്നെ സ്കൂളില് നമ്മളെ മറ്റേ റവ, നമ്മളെ ഇതില്ലേ നമ്മളെ ഭക്ഷണം, അത് കഴിക്കുന്ന ഓർമ്മ ഉണ്ട്. അത് ഇഷ്ടമായിരുന്നു കഴിക്കുന്നത്, എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു അത്. പിന്നെ സ്കൂള് ചില സമയത്തൊക്കെ നിങ്ങൾക്ക് അറിയാലോ, നമ്മളെ സ്കൂളൊന്നും പാർട്ടീഷൻ ഒന്നും ഇല്ല. എനിക്ക് തോന്നുന്നു 2 സ്കൂളുകൾ തമ്മിൽ പോലും പാർട്ടീഷൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന്, അല്ലേ? ഒരുത്തരുന്ന് ക്ലാസ് എടുക്കും, മറ്റേ സ്കൂളില് മറ്റേ ക്ലാസ് കേൾക്കും. അത്ര അവസ്ഥയായിരുന്നു. പിന്നെ നല്ല ടീച്ചർമാരായിരുന്നു എല്ലാം. അക്കാലത്ത് ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കാൻ എനിക്ക് തോന്നുന്നത് നമ്മളെ ഒരുവിധം കുറെ ശങ്കരപ്രഭു മാഷും അങ്ങനെ ഓർക്കില്ലേ, പിന്നെ പുണ്യ കളപ്പ മാഷ്, ഈവൻ നമ്മളെ പുള്ളിലമ്പത്തെ കുഞ്ഞോളാന്റെ കുഞ്ഞോള, ഞാനും വഹാബ് ഒരുമിച്ച് ഞാൻ വഹാബ് കുഞ്ഞോള കുറേ ക്ലാസ്സിലായിരുന്നു. പിന്നെ അവിടെയും പിന്നെ എനിക്ക് അന്നത്തെ ഒരു ഓർമ്മ, എനിക്കൊന്ന് കേക്കയിൽ അമ്മദ് മാഷാന്ന് തോന്നുന്നു, ഒരു ശാസ്ത്രം, അന്നത്തെ ഒരു തരം ഒരു നല്ലൊരു ബുക്ക് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അക്കാലത്തുള്ള ആ ഒരു സയൻസ് ബുക്ക് 3ലോ ആയിട്ടുള്ളൊരു ബുക്ക് ഉണ്ടായിരുന്നു. അത് നമ്മളെ പിന്നെ അതില് ഈ തെർമോമീറ്ററിനെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ പല ഇതുണ്ട് തുടക്കത്തിന്. അങ്ങനെ ഞാനൊരു തെർമോമീറ്റർ ഉണ്ടാക്കി വീട്ടിൽ നിന്ന്. എനിക്കൊരു മഷ്കുപ്പി എടുത്തു. അത് പറഞ്ഞു തന്ന പോലൊക്കെ തന്നെ അങ്ങനെ ചെയ്തു നോക്കാം. അതിലൊരു അഭ്യാസങ്ങൾ എന്നും പറഞ്ഞിട്ട് കുട്ടികൾക്ക് വീട്ടിൽ പോയിട്ട് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവും അന്ന്. അപ്പൊ ഒരു തെർമോമീറ്റർ ഉണ്ടാക്കാൻ ഒരു മഷ്കുപ്പിയിൽ ചുവന്ന ഇത് നിറച്ചു, കോർക്കിട്ടു, അതിന്റെ മേലൊരു പിന്നെ നമ്മൾ പഴയ ഇതില്ലേ, പഴയ പ്ലാസ്റ്റിക്കിന്റെ പെന്നില്ല, അതിന്റെ ഒരു ട്യൂബ്, അതിന്റെ ഇതെടുത്ത് കളഞ്ഞു. ആ ഒരു ട്യൂബും ബാക്കിൽ ഒരു ഡിഗ്രി സെന്റിഗ്രേഡ് വെച്ചൊരു ഇതും ഉണ്ടാക്കി ഞാൻ ക്ലാസ് കൊണ്ടുപോയി. 3ലാണ് എന്റെ ഓർമ്മ, കേക്കല്ല 50 വർഷം അത് ഉണ്ടായിരുന്നത്. അത് ചൂടാക്കിയാൽ ഇത് പൊന്തുമല്ലോ, ഇതിൽ കൂടെ ചോന്ന ഈ മഷി ഇങ്ങനെ പൊന്തും.
അപ്പൊ ഉം. ഞാനൊരു വിളക്ക് അവിടെ കത്തിച്ചു, ഒന്ന് ചൂടാക്കാൻ ശ്രമിച്ചു. ഉം. അതവിടെ പൊട്ടി, ബ്ലാസ്റ്റ് ചെയ്തു, ഇട്ടപ്പാന്ന് പറഞ്ഞു. ക്ലാസ്സിൽ മൊത്തം എല്ലാരെയും മുഖത്തും എന്റെ ശരീരത്തിലെല്ലാം അങ്ങനെയുള്ള കുറച്ച് മഷിയായ കഥയൊക്കെ ഓർമ്മയുണ്ട്. ഏതായാലും നല്ല സന്തോഷകരമായ ഒരു അവസ്ഥയായിരുന്നു അന്നൊക്കെ. ബാണിയല്ലേ MUP സ്കൂളിലുള്ള ആരിഫ് പറ. MUP അല്ല, ഇതില് എനിക്ക് വേറെ ചില ഓർമ്മ എന്ന് പറഞ്ഞാല്, ഈ നമ്മൾ LP സ്കൂൾ പഠിക്കുമ്പോ ഈ ഉറവെള്ളം വല്ലാത്തൊരു സംഭവമായിരുന്നു. ഉം. റഷീദിന് ഓർമ്മ ഉണ്ടാവും അല്ലെ? അങ്ങ് ഉണ്ട്. കുത്തി ഒലിച്ചിങ്ങനെ അതിന്റെ കൂടെയാണ് സ്കൂളിലേക്ക് വരിക. പിന്നെ ഉള്ള ഇപ്പോഴും അവിടെ ഒരു അഹമ്മദ് ഖാന്റെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടുന്ന് വരുന്ന ആ ഒരു ഉണ്ടേന്റെ ഒക്കെ ഒരു മണം എനിക്ക് അവിടെ കഴിക്കായിരുന്നു. കാരണം ഉപ്പാന്റെ പറ്റിലങ്ങ് ചെയ്തു അവിടെയോ അല്ലെങ്കിൽ കൊമ്മയുടെ സൂപ്പിക്കാന്റെ വീടിയല്ലോ ആണെങ്കിൽ ഞാൻ ഇടക്ക് പോയിട്ടൊന്ന് 12 മണിക്ക് ഒരു ലഞ്ചിന് മുമ്പേ ഒരു അടി അടിക്കും. ഉപ്പാക്കത് ഇഷ്ടമില്ല, എന്നാലും സൂപ്പിക്ക വിളിച്ചു തന്ന് ഒരു മന്ത്ലി ഒരു കണക്ക് കൊടുക്കുക ചെയ്യാം. അതങ്ങനെ പോയി. പിന്നെ വാണിമേലില് എത്തിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാല് പിന്നെ LP സ്കൂൾ പഠിക്കുമ്പോൾ പാട്ട് പാടുന്ന എനിക്കൊരു പാടിച്ചിട്ടുണ്ട്. കുറെ ഒരു 3ലും 2ലും പഠിക്കുമ്പോൾ തന്നെ പാട്ട് പാടിയത് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. പിന്നെ എനിക്ക് തോന്നുന്നു ആദ്യം എൻ്റെ ഓർമ്മ, ഇതൊക്കെ വളരെ മുമ്പാ, ഈ 1 2 ആദ്യം പാടിയ പാട്ട് ഈ ഒരു പഴയ ഒരു മലയാള സിനിമയില് സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീട് കണ്ട് സ്വർഗം നാണിക്കുമോ എന്നുള്ള പാട്ടില്ലേ, അതാണെന്ന് തോന്നുന്നു സ്കൂളിൽ ഞാൻ ആദ്യമായിട്ട് പാടി. മൊയ്തീന് ഓർമ്മ ഉണ്ട്? അത് ആ ഒരു പാട്ട് ഓർമ്മ ഉണ്ടാവായിരിക്കും. അത് കഴിഞ്ഞ് പക്ഷെ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ഈ പാട്ടും കലയും ഇതൊക്കെ സ്കൂളേക്കാളും മുമ്പേ തുടങ്ങിയ മദ്രസ. സത്യം പറഞ്ഞാല് ഈ മദ്രസില് അന്ന് വല്ലാത്ത ഒരു നല്ലൊരു സാഹിത്യ സമാജവും പാട്ട് പാടിക്കലും അങ്ങനത്തെ ഒക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഒരുപാട് പിന്നെ പാട്ട് പാടാൻ കഴിയും എന്ന് തോന്നിയിട്ടുള്ളതൊക്കെ ആ മദ്രസിൽ വെച്ചാ. അവിടെ വെച്ചാണ് എന്റെ ആദ്യത്തെ 1 2 ഗുരുക്കന്മാരുടെ പേര് പറയാം. ആദ്യത്തെ ഒരു ഗുരുക്കൾ നമ്മളെ ഡോക്ടർ അബ്ദുറഹ്മാനല്ലേ, ഹോമിയോ ഡോക്ടർ, നമ്മളെ ഫൈസലിന്റെ ഒക്കെ ഓറവിടെ അന്ന് പഠിപ്പിച്ചിരുന്നു. ഓറാണ് കംപ്ലീറ്റ് നമ്മളെ ആ പാട്ടിന്റെ ബാലപാഠം പഠിപ്പിച്ചത്. അത് കഴിഞ്ഞ് അവിടെ തന്നെ CK തോട്ടക്കുനി, നമ്മളെ ഫൈസലിന്റെ ബ്രദർ കുഞ്ഞമ്മദ് ഓറൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ പാട്ടും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇവിടെ ഈ വാണിമേൽ സ്കൂളെത്തി. വാണിമേൽ സ്കൂൾ എത്തിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പഠിക്കാൻ പറ്റുന്നുള്ളൊരു തോന്നലുണ്ടായ വാണിമേൽ. എല്ലാവർക്കും വല്ലതും എനിക്കും ഞാനൊരു പഠിക്കുന്ന കുട്ടിയാന്നുള്ളൊരു തോന്നൽ. പ്രത്യേകിച്ച് അമ്മൂറ്റി മാഷ, ഇടപ്പള്ളി കുഞ്ഞമ്മദ് മാഷ, അവരെയൊക്കെ കോച്ചിങ് നല്ല ഇതായിരുന്നു. താവട്ടന്തർ മാഷ്, ഇവരൊക്കെ ആയിരുന്നു നമ്മൾ ഓർമ്മിക്കുന്ന മാഷ്. 503 മാർക്ക് ഉണ്ടായിരുന്നു അല്ലെ ഹൈസ്കൂളില് 10ാം ക്ലാസ് പാസ്സായത്? അന്നത് ഭയങ്കര ഗംഭീര മാർക്കായിരുന്നു 503 എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും ഹൈസ്കൂൾ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു ഭയങ്കര പഠിപ്പിസ്റ്റായി മാറിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാല് ഈ ഹൈസ്കൂളിൽ എത്തുമ്പോഴത്തേക്ക് എനിക്ക് വാണിയൽ സ്കൂളിൽ നിന്ന് ഇവര് ഈ 3 പേരും തന്നൊരു, അതായത് അമ്മൂറ്റി മാഷും എടപ്പള്ളി കുഞ്ഞമ്മദ് മാഷും അന്തർ മാഷും നമ്മളെ സജീറിന്റെ ഉപ്പ, അവർ 3 പേരും തന്ന ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. മൊത്തം വല്ലാത്തൊരു, എനിക്കെന്നല്ല എല്ലാവർക്കും. അപ്പൊ അതോടെ പലതിന്റെ ബേസ് നമ്മൾ അവിടെ റെഡിയാക്കി. ഇംഗ്ലീഷിന്റെ ഒക്കെ ബേസ് അവിടുന്ന് കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഹൈസ്കൂളൊന്നും ഇംഗ്ലീഷ് ഒരു പ്രോബ്ലമേ ആയിരുന്നില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ആ ബേസ് അവിടെ നിന്ന് കിട്ടിയത് കൊണ്ട് പിന്നെ ഹൈസ്കൂളിൽ നിന്ന് സാധാരണ പോലെയൊക്കെ പഠിച്ചു. പക്ഷെ എന്നെക്കാളും പഠിക്കുന്ന കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഉദാഹരണത്തിന് 506 മാർക്ക് കിട്ടിയ ജമാൽ, IIT പഠിച്ച സിംഗപ്പൂർ ബിസിനസ്സാണ്, IT. ജമാൽ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന ഈ വഹാബൊക്കെ എന്നെക്കാളും നന്നായിട്ട് പഠിക്കുമായിരുന്നു. വഹാബ്, KP കുഞ്ഞബ്ദുല്ല, ഓലൊക്കെ എന്നെക്കാളും ശരിക്കും നന്നായി പഠിക്കുമായിരുന്നു. പിന്നെ എവിടെയോ വെച്ച് അവരെ പഠനം തന്നെ എന്താ മാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതാണ്. പിന്നെ അവിടുത്തെ ക്രസന്റ് ഹൈസ്കൂളിലെ മാഷന്മാരും നല്ല ഡെഡിക്കേറ്റഡ് ടീച്ചേഴ്സ് ആയിരുന്നു. വളരെ ഡെഡിക്കേറ്റഡ് ടീച്ചർ. നമ്മളെല്ലാരും അറിയാലോ, ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും നല്ലവണ്ണം പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാവരും ആത്മാർത്ഥമായിട്ട്.
പിന്നെ മാത്സിൽ ഞാൻ പണ്ടേ പറയാറുണ്ട്, ഞാൻ വളരെ പൂറായിരുന്നു ചെറുപ്പം മുതലേ. അതുകൊണ്ട് മാത്സിൽ എനിക്ക് വളരെ മോശമായിരുന്നു. ഈ കലാമത്സരങ്ങളിലെല്ലാം പണ്ട് മുതലേ ഭയങ്കര സജീവമായിരുന്നില്ലേ? ഇത് എന്ന് മുതലാണ് ഈ പാട്ട് പാടുന്നത് തുടങ്ങിയ മദ്രസ എന്നാണോ? അതേ പറഞ്ഞെ ഈ LP സ്കൂളിൽ നിന്നോ മദ്രസ നിന്നോ ഓർമ്മ പലതും ഉണ്ട്, പലതും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. വളരെ ചെറുപ്പത്തില് പിന്നെ അവിടുന്ന് ഇവിടുന്ന് പാടിയ ചില ട്യൂണുകളൊക്കെ എനിക്കിപ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. ഈ അതിലൊന്നും എനിക്ക് തോന്നുന്നത് നമ്മളെ ഭൂമിവാസ്കൽ സ്കൂൾ മദ്രസയുടെ ഒരു വാർഷിക യോഗത്തില് CVM വാണിമേല് അന്ന് പിന്നെ അന്നവര് മുസ്തൊക്കെ പഠിച്ചു വന്ന ഒക്കെ മൂപ്പരെഴുതിയൊരു കവിത എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതില് പിന്നെ അത് പാടിയിരുന്നു ആ സ്കൂൾ മദ്രസനെ പറ്റിയില്ല, ഉറുദുവിലുള്ള ഒരു കവിത അല്ല അത്, ശരിക്ക് നമ്മളെ ഒരു പഴയ ലതാ മങ്കേഷ്കർ ഹിന്ദി പാട്ടിന്റെ ട്യൂണിലുള്ളതാണ് ആ പാട്ട്. പിന്നെ എനിക്ക് മനസ്സിലായി ആ ട്യൂണ്. അപ്പൊ അത് എനിക്ക് ആദ്യം പാടിയൊരു പാട്ട് പോലെ തോന്നിയിട്ടുണ്ട്, ആ മദ്രസന്ന് പാടി. പിന്നെ ക്രസന്റ് ഹൈസ്കൂളിന്റെ എന്തോ ഒരു ഫംഗ്ഷൻ, എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയില്ല. ആ ഉമ്മർകുട്ടി എന്നുള്ള ഒരു പാട്ടുകാരൻ, പ്രശസ്തനായ ഒരു പാട്ടുകാരൻ ഉണ്ടായിരുന്നു, ഉമ്മർകുട്ടി. അവരെ പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ പ്രോഗ്രാം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അക്കോർഡിയനും ട്രിപ്പിൾ ഡ്രം ഒക്കെ ആദ്യമായിട്ട് കാണുന്നതാണ്. എന്റെ വയസ്സ് പോലെ എനിക്ക് ഓർമ്മയില്ല. അന്ന് പാടിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. അന്ന് പാടിയതിനു ശേഷം അയാൾ നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി അയാളെ ട്രൂപ്പിലെടുക്കാനൊക്കെ ഉള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ വേറെ ഉമ്മാക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ അത് ഒഴിവാക്കി. അതും ഞാൻ പറഞ്ഞ ഡോക്ടർ അബ്ദുറഹ്മാൻ വഴിയാണ് പോയത് അവിടത്തേക്ക്, തലശ്ശേരി. അതൊരു അന്നത്തെ നല്ല കത്തി നിൽക്കുന്ന പാട്ടുകാരനായിരുന്നു മാപ്പിളപ്പാട്ടില്, ഈ ഉമ്മർകുട്ടി എന്ന് പറഞ്ഞത്. അതായത് BM കുട്ടി ഉമ്മർകുട്ടി രണ്ടാൾക്കാരാണ് ഉണ്ടായിരുന്നത് മാപ്പിളപ്പാട്ടിൽ. അപ്പൊ അവരെ വീട്ടിൽ പോയി അവര് പിന്നെ ഹാർമോണിയൊക്കെ എടുത്ത് ശ്രുതിയൊക്കെ നോക്കി എന്തൊക്കെയോ ചെയ്തു. അയാൾ പലതും പറഞ്ഞു തന്നു. ഒരു നോമ്പിനായിരുന്നു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്നിട്ട് പിന്നെ ബാംഗ്ലൂർ പെരുന്നാക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് പാടണം എന്നെല്ലാം പറഞ്ഞ ഒരു പാട്ടും തന്നു. പക്ഷേ വീട്ടിലെത്തി ഉമ്മ സമ്മതിച്ചില്ല. അപ്പൊ ഒരു ട്രാക്ക് മാറിയതാണ്. അപ്പോ അതങ്ങനെ പിന്നെ പോയില്ല അതില്. അതാണ് പാട്ടിന്റെ. പിന്നെ ഹൈസ്കൂളിലെത്തിയപ്പോ പിന്നെ കുറെയൊക്കെ പാടി, പിന്നെ ഇന്റർവ്യൂ അതൊക്കെ ആയിരുന്നു. പിന്നെ കൂടുതൽ ഞാൻ ഇങ്ങനെ എന്നെ പറ്റി ഇങ്ങനെ പറയുന്നത് എനിക്കൊരു ഒരു അരോചകത്വം തോന്നുന്നുണ്ട്. എന്നാലും പറയാം, ഞാൻ വേറൊരാളെ കുറിച്ച് ചോദിക്കാം. ഇക്ബാൽ ക ഭയങ്കര ഗംഭീര പാട്ടുകാരനാണ്. അപ്പൊ നിങ്ങൾ രണ്ടാളും തമ്മിലുള്ള ഒരു പാട്ട് ബന്ധം എന്താ? ആരാ നല്ലോണം പാടുക എന്നൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? അത് നല്ലൊരു ചോദ്യം. അത് ഞാനും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ആരും ചോദിച്ചിട്ട് ഇതുവരെ. പാട്ടിന്റെ കാര്യത്തിൽ അവന്റെ ഒരു 15% ടാലന്റ് എനിക്കുള്ളൂ. സത്യം പറഞ്ഞാല് എനിക്കുള്ളത് കുറച്ച് ടെക്നിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ട്. അതല്ലാതെ ആ ജന്മസമ്പന്നുള്ള സിദ്ധിയില് എനിക്ക് അവന്റെ ഒരു 15% പോലും ഇല്ല. അവൻ നല്ലൊരു പാട്ടുകാരനാണ്, അതുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങള് ഒരുമിച്ചിട്ട് പാടിയിട്ടൊന്നുമില്ല ഇതുവരെ. കാരണം പിന്നെ അതിനുള്ളൊരു സമയവും സന്ദർഭമൊന്നും കിട്ടാത്തത് കൊണ്ടോ എന്നറിയില്ല, അങ്ങനെ പാടിയിട്ടില്ല. പക്ഷെ അവന്റെ മുമ്പിൽ ഞാനൊരു ഒന്നുമല്ല പാട്ടിന്റെ കാര്യത്തില്. ഈ ഫാറൂഖ് കോളേജിലായിരുന്നു പ്രീ ഡിഗ്രി പഠിച്ചത്. അപ്പം ഈ കോളേജിലെത്തിയ ആരിഫ് ഏത് രീതിയിലായിരുന്നു? ഈ കോളേജ് ക്യാമ്പസിൽ രണ്ട് ആരിഫ്? രീതി. നമുക്കതിലൊരു പാട്ടിന്റെ ഇത് പറയാം. ഞാനൊക്കെ 10ാം ക്ലാസ് പഠിക്കുമ്പോഴേ ഒരു ഓർക്കസ്ട്ര എന്ന് പറഞ്ഞ പാട്ട് എന്ന് പറഞ്ഞാൽ ഹാർമോണി ഉണ്ടാവും, തബല ഉണ്ടാവും, മേ ബി ഒരു ഗിറ്റാർ ഉണ്ടാവും. ഇത്രയും നാട്ടിൻ പ്രദേശങ്ങളിലെ പാട്ടുകളിലൊക്കെ ഉണ്ടാവാറുള്ളൂ. ഒരു ട്രിപ്പിൾ ഡ്രം പോലും ഉണ്ടാവാറില്ല. പക്ഷേ നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ പാടി ഒക്കെ വന്നതാ. പക്ഷെ അന്നത്തെ 84 85 ആകുമ്പോഴത്തേക്കാണ് ശരിക്ക് ഓർക്കസ്ട്രയും പിന്നെ ഓർഗൻ ഉണ്ടല്ലോ, ഓർഗൻ ഉപയോഗിക്കാൻ തുടങ്ങിയ ആൾക്കാർ. പിന്നെ സൗണ്ട് സിസ്റ്റത്തിന്റെ ഇതെല്ലാം മാറി, ഭയങ്കര സൗണ്ടൊക്കെ ആയി, എക്കോ ഒക്കെ വരാൻ തുടങ്ങി നന്നായിട്ട്. പിന്നെ ജാസ് പോലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല അവിടെ എത്തുമ്പോഴത്തേക്ക്. പിന്നെ പെർഫോമൻസ് ബേസ്ഡ് ആയി പാട്ട് മാത്രമല്ല, നമ്മളിങ്ങനെ നിന്ന് പാടല്ലോ, ഭയങ്കര പെർഫോമൻസ് ബേസ്ഡ് ആയി. ഇതെല്ലാം കണ്ട് ഞാൻ ഫറൂഖ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്താളിച്ചു. ചില ഹോസ്റ്റൽ ഡേക്കൊക്കെ പാട്ടൊക്കെ കണ്ടിട്ട്
അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങ് ഉപേക്ഷിച്ചു ഈ ഇങ്ങനത്തെ ഒരു പാട്ടുകളും സ്റ്റേജിൽ കയറിയിട്ടുള്ള പാട്ടുകളൊക്കെ. പക്ഷെ ഇടക്കിടക്ക് ഒന്നൊക്കെ പാടി നോക്കാറുണ്ടായിരുന്നു. അതെല്ലാം പലപ്പോഴും വലിയ അട്ടർ ഫെയിലിയർ ആയി പോയിട്ടുണ്ട്. കാരണം ആ കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അവരുമായിട്ട്. അവരുടെ ഓർക്കസ്ട്ര സിസ്റ്റത്തെ നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് പിന്നെ പാട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന പാട്ടുകൾ ആ പർട്ടിക്കുലർ ഫംഗ്ഷന് യോജിച്ചതാവില്ല, അങ്ങനെയൊക്കെ. അതുകൊണ്ട് പാട്ട് തൽക്കാലം അവിടെ നിർത്തിയിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഈ യൂണിവേഴ്സിറ്റിയിൽ അന്ന് മാപ്പിളപ്പാട്ട് കൂട്ടായിട്ടാണ് പാടും, എല്ലാവരും കൂടെ, ഒറ്റക്കല്ല. യൂണിവേഴ്സിറ്റിയില് ഗ്രൂപ്പായിട്ടാണ്, 5-6 ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരുത്ത 2 പേരും കൊടുത്തു. പണ്ട് മാപ്പിളപ്പാട്ട് തന്നെ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്നെ അവരെ ഗ്രൂപ്പ് ചേർത്തു. ഗ്രൂപ്പ് ചേർത്തിയപ്പോ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരിൽ ഒരാള്, ഇതൊക്കെ ഞാന് പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. അതിലുള്ള ഒരാള് അവളെ പേര്, പാടുന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, നന്നായിട്ട് പാടുന്നത്. അവൾക്ക് സ്ഥിരമായിട്ട് സ്റ്റേറ്റ് യുവജനോത്സവത്തിൽ ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു ആ കാലത്ത്, എല്ലാ വർഷവും. തസ്ലീന എന്ന് പറയും. അപ്പം എനിക്ക് അവളെ അറിയാം, ഞാൻ യൂത്ത് ഫെസ്റ്റ് പോയി പണ്ട് ഉപ്പാനൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. പിന്നെ അവളും ഈ വിയൻകുട്ടിയുടെ കൂടെ പാടുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു, പേര് മറന്നുപോയി. അവരുടെ ആ സ്ത്രീയുടെ, ആ പാട്ടുകാരത്തിയുടെ ബ്രദറിന്റെ മോളായിരുന്നു തസ്ലീന എന്ന് പറയും. അപ്പൊ ഞങ്ങള് പിന്നെ അന്നും എനിക്ക് നിങ്ങളെ അറിയാമെന്നോ അവർക്ക് എന്നെ അറിയാമെന്നൊന്നും അറിയില്ല. ഞങ്ങളങ്ങനെ പോയി പാടി, കണ്ണൂർ പോയിട്ട് ഫസ്റ്റ് അടിച്ചു. അത് പാട്ടൊക്കെ കമ്പൈൽ ചെയ്ത് കൊണ്ടുവന്നൊക്കെ അവളെ ഫാദർ തന്നെയാ. അവര് ഈ മലപ്പുറത്തൊക്കെ പോയിട്ട് ആരും പാടാത്ത ചില പാട്ടുകളൊക്കെ വാമൊഴിയായിട്ടൊക്കെ കേൾക്കുന്നുണ്ടാവില്ലേ, അതൊക്കെ കമ്പൈൽ ചെയ്ത് കൊണ്ടുവന്നിട്ട് ആണ് പാടിക്കുക. അങ്ങനത്തെ ഒരു പാട്ട് പാടി. ഞാനിങ്ങനെ ലിപ്പൊക്കെ ഒന്ന് മൂവ് ചെയ്തിട്ടേ ഉള്ളൂ, കാര്യമായിട്ട് 5-6 ആളല്ലേ. അപ്പൊ ഏതായാലും അതിലൊരു പ്രൈസ് അടിച്ചു, അത്രേ ഉള്ളൂ അതില്. പാട്ടിന്റെ കാര്യം. ഈ ടീനേജിന്റെ സമയമാണല്ലോ ഈ കോളേജിൽ എത്തുന്നത്. സ്വാഭാവികമായിട്ടും പ്രേമം എല്ലാം വരേണ്ട സമയമാണ്. നിങ്ങൾ ഇതെല്ലാം മാറ്റി വെച്ച് പഠിക്കുക മാത്രമായിരുന്നു? അല്ലല്ല, സത്യം പറഞ്ഞാല് ഈ എന്റെ വീട്ടിൽ പെൺകുട്ടികളില്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഷൈ ക്യാരക്ടറായിരുന്നു ഞാൻ. എനിക്ക് 1-2 പെൺകുട്ടികൾ ഉണ്ടായതിനു ശേഷമാണ് സത്യം പറഞ്ഞാൽ ഞാനൊന്നും കൂടെ ഇതായത്. ഭയങ്കര ഒരു നാണം ഉള്ള ഒരു പയ്യനായിരുന്നു അക്കാലത്തൊക്കെ. അപ്പൊ അങ്ങനെ ആ ഒരു പ്രേമം കാര്യങ്ങളൊന്നും നമ്മൾ അജണ്ടയിലേ ഇല്ല. പിന്നെ പഠിപ്പിസ്റ്റാണെന്ന് ചോദിച്ചാല് ഒരു ഉത്തരവാദിത്തോടെ പഠിച്ചിരുന്നു. അങ്ങനെ ഉണ്ടല്ലോ ഒരു ടൈം എന്തെങ്കിലും കാണണം, പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ 24 മണിക്കൂർ വെറുതെ അങ്ങ് പഠിക്കലല്ല, സിനിമ കാണും. ആഴ്ചയിൽ 2-3 സിനിമയെല്ലാം കാണും സ്ഥിരമായിട്ട്. അത് 10ാം ക്ലാസ് വരെ സിനിമ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പകരം വീട്ടിൽ മുഴുവൻ കോളേജിൽ എത്തിയതിനു ശേഷം വീട്ടി. ഈ മെഡിസിൻ എന്ന് പറയുന്ന ഒരു സ്വപ്നം ആ സമയത്താണോ ഉണ്ടാകുന്നത്, അതോ കുഞ്ഞാലി ഡോക്ടറെല്ലാം കണ്ടിട്ട് അതിന്റെ മുമ്പേ തന്നെ അങ്ങനെ? അല്ല, അത് വളരെ മുമ്പുണ്ടായതാ. അതെങ്ങനെയെന്ന് വെച്ചാല് കുഞ്ഞാലിക്കനെ കണ്ടിട്ട് തന്നെ ഒന്ന് ഞാനിങ്ങനെ ഇടക്ക് കുഞ്ഞാലിക്കാരൻ്റെ അവിടെ പോകും. അവിടെ ഇവിടെ ഉണ്ടായിരുന്നു, കൈവേലി ആണിക്കോട്ട് വയലാണ്, അവിടെയായിരുന്നു വീട്. അപ്പൊ അങ്ങനെ അവിടെ പോകും. അവിടെ അന്ന് പിന്നെ ഈ ഇതുണ്ടാവും, ഈ മെഡിക്കൽ റെപ്പുമാർ കുറെ കളറൊക്കെ കൊണ്ടു കൊടുക്കും. ഞാൻ ഇരുന്ന് അവിടെ എല്ലാ സംഗതി ഇങ്ങനെ വാച്ച് ചെയ്യും. രോഗികൾ വരുന്നതും കുഞ്ഞാലിക്കൊക്കെ കിട്ടുന്ന റെസ്പെക്റ്റും ആ ഒരു സന്തോഷവും ഒക്കെ എല്ലാം ഇങ്ങനെ സൈലന്റ് ആയിട്ട് വാച്ച് ചെയ്യലുണ്ടാണ്. അപ്പൊ അത് തന്നെയായിരുന്നു ഒരു കാര്യം, അത് തന്നെയായിരുന്നു ഒന്ന്. പിന്നെ അന്ന് ആ ഒരു കലണ്ടർ, അതില് ഒരു കുട്ടീൻ്റെ ഒരു കലണ്ടറാണ് അത്. പഠിത്ത കാലത്ത് അതിൻ്റെ അടുത്ത് പോയത്, പണ്ടൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, അങ്ങനെ ഡോക്ടർ ആയതിനു ശേഷം ഉണ്ടായിരുന്നു. അതിലിങ്ങനെ ലീഡ് മീ ടു മൈ ടുമാറോസ് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി, ഒരു സ്റ്റെതസ്കോപ്പും വെച്ചുള്ള ഒരു കുട്ടീൻ്റെ ഒരു ഇതാ. ഞാനത് ചുമ്മാ അടുത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ റൂം കൊണ്ടാക്കി കുറേ കാലം അവിടെ ഉണ്ടായിരുന്നു. പഠിക്കുമ്പോൾ ഒക്കെ അതിങ്ങനെ കാണും, അങ്ങനെ അങ്ങനെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അത് ഇൻസ്പിറേഷൻ തീർച്ചയായിട്ടും കുഞ്ഞാലിക്ക് തന്നെയാണ്. ഈ എൻട്രൻസിന്റെ എക്സാമിലെ ആദ്യത്തെ 400 ആളിൽ ഒരാളായിരുന്നു അല്ലെ? അപ്പം ഇത് ശരിക്കും നിങ്ങൾ എവിടെയെങ്കിലും കോച്ചിങ്ങിന് പോയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ എഫേർട്ട് എന്തെങ്കിലും എടുക്കോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെ കോഴിക്കോട്, അന്ന് കേരളത്തിൽ 2 സ്ഥാപനമുണ്ട്. ഒന്ന് യൂണിവേഴ്സൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോച്ചിങ് സെന്ററും, പിന്നെ ഒന്ന് അവർ കോളേജും. ഈ അവർ കോളേജ് ട്രിവാൻഡ്രത്ത് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ.
ഇപ്പൊ യൂണിവേഴ്സലിലും ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. പിന്നെ കോഴിക്കോട് അവരൊരു ബ്രാഞ്ച് തുടങ്ങി. ഒരു 2 മാസം എനിക്ക് തോന്നുന്നു ഒരു ക്രാഷ് കോഴ്സിന് പോയിരുന്നു അവിടെ. പക്ഷെ വിജയിച്ചില്ല. അതെനിക്ക് എൻ്റെ ആദ്യത്തെ എൻട്രൻസ് വമ്പിച്ച പരാജയമായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം എഴുതിയപ്പോഴേ എനിക്ക് പല ക്വസ്റ്റ്യൻസ് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. അത്രയും ടഫായിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അതിനുശേഷം ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഒരു ഓപ്ഷൻ ഫിസിക്സ് എടുക്കണം എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഫിസിക്സിൽ കംപ്ലീറ്റ് മാത്സ് ആണ്. പിന്നെ അവിടെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് മനസ്സിലാവുന്നത് മാത്സിൽ 0 ആയതുകൊണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു വർഷം ഭയങ്കര എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ടാ. ഹലോ കേക്കാം. ആ ഒരു വർഷം ഞാന് പിന്നെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത് വല്ലാത്ത ലൈഫിൽ തന്നെ ഒരു വല്ലാത്തൊരു അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടമായിരുന്നു ആ ഒരു വർഷം. ഫിസിക്സിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ എൻട്രൻസ് എഴുതിയെടുക്കാൻ പറ്റുമെന്ന് അതും അറിയില്ല. പിന്നെ കുറച്ച് ബുക്കൊക്കെ അവിടുന്ന് വായിച്ചു. പിന്നെ കുറച്ച് ഉഴപ്പി നന്നായിട്ട് അത്യാവശ്യം. അവസാനത്തെ ഒരു 3 മാസം ഈ പറഞ്ഞ പോലെ ഒന്ന് ട്രിവാൻഡ്രത്ത് പോയി വെക്കാന്ന് വിചാരിച്ചു എൻട്രൻസ് കോച്ചിങ്ങിന്. ഞാനും നമ്മളെ ഡോക്ടർ സലാം ലേരിക്കണ്ടിയിൽ ഞാനും സലാമും പിന്നെ പേരാമ്പ്രള്ള നമ്മളൊരു സുഹൃത്തു, നമ്മൾ 3 പേരെ പോയത്. ട്രിവാൻഡ്രത്ത് യൂണിവേഴ്സലിലാണ് ചേർന്നത്. അപ്പോൾ അവിടെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന് കുഞ്ഞമ്മദ് വാണിമല, നമ്മളെ കുഞ്ഞമ്മദ് ഉമ്മാന്റെ കസിനും കൂടിയാണ്. കംപ്ലീറ്റ് മൂപ്പരാന്ന് പറഞ്ഞത്. അതിന്റെ അവിടെ ചേർത്തതും അതുപോലെ നമുക്കൊന്നും അറിയില്ലല്ലോ ട്രിവാൻഡ്രം എന്താണ് ഒരു ഐഡിയ ഇല്ല. പിന്നെ ഹോസ്റ്റലിന് വേണ്ടി കുറെ നോക്കി. അതൊക്കെ റെഡിയാക്കുന്ന കുഞ്ഞമ്മദ്ക്കാണ്. നിങ്ങൾ ട്രിവാൻഡ്രത്താണല്ലോ താമസിച്ചത്. ആക്ച്വലി ആ കോണിമറ മാർക്കറ്റ് ഇല്ലേ, പാളയം പള്ളിന്റെ അവിടെ വലിയ ഫിഷ് മാർക്കറ്റ് ഉണ്ട്. പച്ചക്കറി കഴിഞ്ഞ് പിന്നെ ഫിഷ് മാർക്കറ്റ് ആയിരുന്നു. അതിലൂടെ ഇങ്ങനെ നടന്നു പോയാൽ അതിന്റെ ബാക്കിൽ ഒരു വീടുണ്ട്, പഴയൊരു വീട് ബാക്ക് സൈഡില്. അവിടെ ആയിരുന്നു താമസിച്ചത്. അവിടെ പക്ഷെ പിന്നെ നിറയെ അവിടെ ഓവർഫിൽഡ്, ആൾക്ക് റൂമില്ല. അവസാനം ആ വീട് ഇപ്പൊ അവിടെ ഉണ്ടോ? അവിടെ ഒരു 4-5 ചെറിയ ചെറിയ സെറ്റപ്പ്, പിന്നെ ഒരു വീടൊക്കെ ഉണ്ട്. ബംഗാളികൾ താമസിക്കുന്ന ഒരു ഏരിയ ആണ് അവിടെ മൊത്തം. ഞാൻ ഒരിക്കൽ അവിടെ പോയിരുന്നു. പിന്നെ ആ വീട് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം എപ്പോഴോ ഒരിക്കൽ അപ്പൊ അവിടെയും റൂമില്ല. അപ്പൊ കുഞ്ഞുമൊക്കെ പറഞ്ഞപ്പോ നോക്കുമ്പോൾ അടുക്കള മാത്രം ബാക്കിയുണ്ട്. അവിടെ കുക്കിംഗ് ഇല്ല. അപ്പൊ ഞാനും സലാമും മറ്റേ പേരാമ്പ്രയുള്ള എന്റെ സുഹൃത്ത് ഹാറൂൺ മതി, ഞങ്ങൾ 3 അടുക്കളയിൽ അങ്ങോട്ട് താമസം തുടങ്ങി. അവിടെ കുക്കിംഗ് ഒന്നുമില്ല. അമ്മിക്കുറ്റിയും മറ്റേ അടുപ്പെല്ലാം അവിടെ ഉണ്ട്. അതിന്റെ അടുത്ത് തന്നെ നമ്മളും കിടന്നു. അത് വേറെ വഴിയൊന്നുമില്ല. നടന്ന് യൂണിവേഴ്സൽ സ്റ്റേഡിയത്തിന്റെ ബാക്കിലാന്ന് എനിക്ക് തോന്നുന്നു. സെക്രട്ടറിന്റെ അടുത്തൊരു സ്റ്റേഡിയം ഇല്ലേ, അതിന്റെ ബാക്കിൽ എവിടെയോ ആണ് ഈ യൂണിവേഴ്സൽ ഇതുണ്ടായിരുന്നു. അവിടെ അങ്ങനെ ചെയ്തു. പക്ഷേ എന്താന്ന് എനിക്കല്ല. അത് പിന്നെ എഴുതി എൻട്രൻസ് കിട്ടി. പക്ഷെ അവിടെ പോയത് കൊണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഒന്നും, ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ പിന്നെ നോക്കിയപ്പോൾ അത്ര ബെനിഫിറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അത്ര നല്ലൊരു ക്ലാസ്സും ആയിരുന്നില്ല അന്ന്. എനിക്ക് കുറച്ചും കൂടെ അവർ കോളേജിനായിരുന്നു കുറച്ചും കൂടെ ഡിമാൻഡും നല്ലതും പറയുന്നേക്കാറ്. ഏതായാലും വന്നു, എഴുതി, കിട്ടി. മെഡിക്കൽ കോളേജിൽ എങ്ങനെ ഉണ്ടായിരുന്നു? മെഡിക്കൽ കോളേജ് അതൊരു വേറെ ഒരു ലോകമാണ്. പിന്നെ മെഡിക്കൽ കോളേജിൽ ഒരു ക്യാമ്പസിനേക്കാളും അതൊരു, നമ്മളിപ്പം ഒരു ക്യാമ്പസിനെ കുറിച്ച് പറയാൻ നമുക്കത് ഫറൂഖ് കോളേജാണ് നമ്മൾ മനസ്സിൽ വരും. പക്ഷെ മെഡിക്കൽ കോളേജ് ഒരു ക്യാമ്പസ് ആയിട്ടല്ല ഞാൻ കാണുന്നത്. അതൊരു ലോകം. പല രീതിയിലുള്ള എങ്ങനെ സലാമേ, ഹലോ അപ്പോ മെഡിക്കൽ കോളേജിൽ അതാണ് ഒരു പ്രത്യേകതരം ലോകമാണ്. മെഡിക്കൽ കോളേജിലും പിന്നെ കഴിയുന്ന പോലെയൊക്കെ പഠിച്ചു. പിന്നെ പ്രാക്ടിക്കൽ നോളജാണ് കൂടുതലും മെഡിസിനിൽ വേണ്ടത്. അത് പിന്നെ ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൂടെ നമ്മൾ വരാന്തേ കൂടെ നടന്നാൽ തന്നെ പരീക്ഷ പാസ്സാവും. അത്ര പഠിക്കൊന്നും വേണ്ട. അത്രയും
കേസ് ലോഡും നല്ല ടീച്ചേഴ്സും ഭയങ്കര ഒരു സംഭവം തന്നെയായിരുന്നു കോളേജ്. പഠിപ്പിച്ച പ്രൊഫസർമാരും അവരൊക്കെ ഒരു സെറ്റ് ചെയ്ത് വെച്ച ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതാണ് ഇപ്പോഴും ആ കോളേജിനൊക്കെ അത്രയും ടോപ്പ് ലെവലിൽ നിൽക്കാൻ. അത് ഗവൺമെന്റും ഇതും മാത്രമല്ല, പഴയകാല പ്രൊഫസർമാരും പിന്നെ ഒരുപാട് ഹെൽത്ത് വർക്കേഴ്സ്, എസ്പെഷ്യലി നേഴ്സുമാർ, അവരൊക്കെ ഉണ്ടാക്കി വെച്ച ചില പ്രോട്ടോക്കോളും സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ട്. അതാണ് ഇപ്പോഴും ആ കോളേജിനെ ഇങ്ങനെ മുമ്പിലെത്തിക്കാൻ സഹായിച്ചത്. ഈ ഹൗസ് സർജൻസി സമയത്തുള്ള എന്തെങ്കിലും രസമുള്ള കഥകളുണ്ടോ, അനുഭവങ്ങളുണ്ടോ? ഹൗസ് സർജൻസി സമയത്ത് അങ്ങനെ രസമുള്ള കാര്യങ്ങളും സങ്കടകരമായ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഹൗസ് സർജൻസി സമയത്തൊക്കെ ഒരുപാട് പിന്നെ മക്കൾ നഷ്ടപ്പെട്ട ഉമ്മമാരും ഒരുപാട് സങ്കടങ്ങളാണ് സത്യം പറഞ്ഞാൽ ഹൗസ് സർജൻസി പീരീഡിൽ. ശരിക്കും ഇന്നത്തെ പോലും ആയിരുന്നില്ല എന്ന് തോന്നുന്നു. എന്റെ കുഞ്ഞാലിക്കാക്കും ഈവൻ സൂപ്പർ ഡോക്ടറെല്ലാം പഠിച്ച ഒക്കെ മുമ്പ് പഠിച്ച അന്നൊക്കെ അതിലും ഭയങ്കരമായിരിക്കാം. പക്ഷെ നമ്മൾ പഠിക്കുമ്പോഴും സങ്കടത്തിന്റെ ഒരു ഇത് തന്നെയായിരുന്നു. ഹൗസ് സർജൻസി പീരീഡിൽ അങ്ങനെ സന്തോഷിക്കാനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ ചില ഉമ്മമാരൊക്കെ മക്കള് 3, 4 മക്കളൊക്കെ മരിച്ചു പോയിട്ട്, മോനെ ഇതെന്റെ 5ാമത്തെ മോനെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കും എന്ന് പറഞ്ഞ് നിലമ്പൂരിന്റെ ആ ഭാഗത്ത് നിന്നൊക്കെ വന്ന് ഒരു ഉമ്മാന്റെ അങ്ങനെയൊക്കെ ഒരുപാട് യാതനകളും കഥകളും കേട്ടിട്ടുണ്ട്. പിന്നെ ചില നല്ല അനുഭവം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ ഒരു എക്സ്പീരിയൻസിൽ വന്നതെന്ന് എനിക്കറിയില്ല. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസം ഒരു പേഷ്യന്റിന് പിന്നെ ഫുൾ കാർഡിയാക് അറസ്റ്റ് അടിച്ചു, അയാൾ ഡെത്തിന്റെ CPR ചെയ്യല്ലോ, പറ്റുന്ന പോലെയൊക്കെ CPR ചെയ്ത് ഉള്ള മരുന്നെല്ലാം എടുത്തു കൊടുത്തു. അവിടെയുള്ള എന്താ അന്നൊന്നും പിന്നെ യൂസ് ചെയ്യാത്ത മരുന്നുകൾ പോലും എടുത്ത് കുത്തി നോക്കി. അതെല്ലാം കുത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാള് ബോധം വന്നു. ഇയാൾക്ക് കംപ്ലീറ്റ്ലി ടെർമിനലി പേഷ്യന്റ് ആയിരുന്നു. ഒരു 50 വയസ്സോളം തോന്നിക്കുന്ന ഒരാള്, അയാളുടെ ഭാര്യ ഉണ്ടായിരുന്നു. അയാള് ക്രോണിക് ആൽക്കഹോളിസം എന്തൊക്കെയോ ഉള്ളതെന്ന് തോന്നുന്നു. അപ്പൊ ഇത് ചെയ്തതിന് ശേഷം അയാൾ ഉഷാറായി വന്നു. അതെങ്ങനെയാ വന്നതെന്ന് എനിക്ക് ഇപ്പോഴാണ്, കാരണം അത് മരിച്ച് ഏതാണ്ട് പോയതാ. അത് കഴിഞ്ഞു ഒരു 10 മണി വരെ അയാൾ ജീവിച്ചു. അതായത് 8 മണി മുതൽ 2 മണിക്കൂർ അയാൾ പിന്നെ സംസാരിക്കാനൊക്കെ തുടങ്ങി. സംസാരിച്ചു. പിന്നെ ഞാനിങ്ങനെ സൈഡ് റൂമിലേക്ക് ഇങ്ങനെ കാണുന്നുണ്ട്, അയാൾ ഭാര്യയോട് എന്തൊക്കെയോ പറയുന്നു. അപ്പം 10 മണിക്ക് ആള് വീണ്ടും മരിച്ചു. അപ്പൊ അതിനുശേഷം ആ സ്ത്രീ പറഞ്ഞ ഈ 8ന്റെയും 10ന്റെയും ഇടക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാത്ത പലതും. പൈസ എവിടെയാണ്, മറ്റത് എവിടെയാണ്, എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ, അത്തരം കാര്യങ്ങളൊക്കെ. അപ്പൊ ആ 2 മണിക്കൂർ കൊണ്ട് ആ സ്ത്രീന്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായി. ആള് 2 മണിക്കൂറും കൂടെ ജീവനോടെ നിന്നതുകൊണ്ട് അയാൾക്ക് തോന്നി ഇനി രക്ഷയില്ല എന്നിപ്പോ എല്ലാ ആള് തുറന്നു പറഞ്ഞു ഈ സ്ത്രീന്റെ അടുത്ത്. അത് അവര് വലിയൊരു ഇതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഓരോ അനുഭവങ്ങള്. ഈ PGക്ക് റേഡിയോളജി എടുക്കാൻ എന്താ കാരണം? PGക്ക് റേഡിയോളജി എടുക്കാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു വലിയ കൺഫ്യൂഷനിലായിരുന്നു. എനിക്ക് സർജറി ആയിരുന്നു എനിക്കിഷ്ടം. പക്ഷെ അന്ന് റേഡിയോളജി ഞാൻ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പൊങ്ങി വരുന്നൊരു സമയമാണ് റേഡിയോളജി. പിന്നെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്കാരെല്ലാം പോകുന്നത് റേഡിയോളജിക്കായിരുന്നു. അത് MD തന്നെ. അതിന്റെ ഡിപ്ലോമ ആയിരുന്നു ഞാൻ ആദ്യം എടുത്ത് ഓൾ ഇന്ത്യയിൽ. അപ്പോൾ ഈ ഹൗസ് സർജൻസി കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഈ സാധനം ഇല്ല, റേഡിയോളജിസ്റ്റ് ഇല്ല. ഗൈനക്കോളജിസ്റ്റ് നോക്കാനും ഒന്നും പിന്നെ പേഷ്യൻസ് നോക്കാനൊന്നും റേഡിയോളജിസ്റ്റ് ഇല്ല. അതിന് ഭയങ്കര ഡിമാൻഡാണ്. നമ്മളെ നാട്ടിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. കോഴിക്കോടാകെ ഉണ്ടായിരുന്നത് ഒരു ഡുഗാഡ് എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ ബോംബെയിലുള്ള ഒരാളായിരുന്നു, ഫാത്തിമ ഹോസ്പിറ്റലിൽ. പിന്നെ അതുപോലെ വടകരയൊക്കെ കർണാടകത്തിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ആളില്ല. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ഓക്കെ, അതൊരു ഓപ്ഷനായിട്ട് ഇട്ടു. ഓൾ ഇന്ത്യയിൽ എനിക്ക് പിന്നെ അത്ര നല്ല റാങ്കൊന്നും ആയിരുന്നില്ല ആ എക്സാമിൽ ഓൾ ഇന്ത്യയിൽ. പക്ഷെ എനിക്ക് സർജറി കിട്ടുമായിരുന്നു ഇവിടെ, പക്ഷെ നോർത്ത് ഇന്ത്യയിൽ. അതിന് പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എനിക്ക് ഇതാണ്, കോഴിക്കോട് കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഒഴിവ് വന്നത് ഡിപ്ലോമ DMRDന്റെ ഒരു സീറ്റ് ഒഴിവുണ്ടായിരുന്നു കോഴിക്കോട്.
അങ്ങനെ അവിടേക്ക് വന്നു. പിന്നെ അതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ അവസാനം ചെയ്യുന്ന സമയത്ത് PG എൻട്രൻസിൽ എഴുതുന്നതിന് മുമ്പേ പിന്നെ ഒരു PSC നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അതിൽ ഞാൻ അറിയില്ല, ആ ഉപ്പയാ കണ്ടത്. ഉപ്പ കണ്ടിട്ട് എന്നോട് വിളിച്ച് പറഞ്ഞ്, ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് എൻ്റെ ഇതെല്ലാം വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരുന്നു, മാർക്കിന്റെ ഇതൊക്കെ. അപ്പൊ അത് ലെക്ചറർ ഇൻ റേഡിയോളജിയാണ് അന്ന് വിളിച്ചത്. അന്ന് പിന്നെ അധികാരം ഇത് കണ്ടിട്ടൊന്നുണ്ടല്ലോ. ഉപ്പ അങ്ങ് അപേക്ഷിച്ചിട്ടു, ഞാനും അത് മറന്നു. പക്ഷെ അത് പിന്നെ ഞാൻ ആ റേഡിയോളജി PGക്ക് ജോയിൻ ചെയ്ത് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ PSC വിളിക്കുന്നത്. അപ്പോൾ PSCയിൽ ഞാൻ ഓൾറെഡി അതിൽ തന്നെയാണല്ലോ പഠിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല ഷൈൻ എഴുതാൻ പറ്റി. സാധാരണ ഈ PSCക്ക് ഇന്നങ്ങനെയാണല്ല, അന്നൊക്കെ MBBS ലെവലിലാണ് അപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുക, എന്നിട്ട് നമ്മൾ എഴുതാം. അപ്പം ചോദ്യം ഇങ്ങനെ ഓരോ സ്പെഷ്യാലിറ്റി വൈസ് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നന്നായിട്ട് എഴുതാൻ പറ്റി ആ പരീക്ഷ അതിൽ പഠിക്കുന്നതുകൊണ്ട്. അതൊരു സ്ലോട്ടിൽ അങ്ങ് വീണതാ. അപ്പം അങ്ങനെ അത്യാവശ്യം നല്ല റാങ്കും കിട്ടി എനിക്ക്. PSCയിൽ 5ാമത്തെ റാങ്ക് മാറ്റായിരുന്നു, 5. അപ്പം അതുകൊണ്ട് തന്നെ കോഴിക്കോട് ലെക്ചറായിട്ട് ജോലിയും കിട്ടി. ഈ നമ്മുടെ നിങ്ങൾ ഈ അനസ്തേഷ്യലായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങളെ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വളരെ പ്രാഥമികമായിട്ടുള്ള ഈ നമ്മൾ അതിന്റെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ അനസ്തേഷ്യ ചെയ്യുന്ന സമയത്ത്? അനസ്തേഷ്യ സമയത്ത് അനസ്തേഷ്യ പല ഇതും ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു എക്സ്പേർട്ട് അല്ല, എന്നാലും എൻ്റെ ഒരു ബേസിക് നോളജ് വെച്ച് പറയാം. അനസ്തേഷ്യ എന്ന് വെച്ചാൽ നമ്മള് ഈ സാധാരണ ഈ മുറിയെല്ലാം തുന്നുമ്പം ലോക്കലി ചെയ്യുന്ന അനസ്തേഷ്യ ഉണ്ട്. അത് മുതൽ നമ്മളെ ഹാർട്ട് തന്നെ അപ്പുറം ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതും അനസ്തേഷ്യ ആയിട്ട് ബന്ധപ്പെട്ട് എടുക്കുകയാണ്. അപ്പം എല്ലാറ്റിനും അതിൻ്റെതായ റിസ്കുകളുണ്ട്. അപ്പം എന്തെങ്കിലും അസുഖമൊക്കെ ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ കുട്ടികൾ ഈ അടുത്തൊക്കെ അങ്ങനെ മരണമൊക്കെ നടന്നില്ലേ ഈ മറ്റേ ഈ മാർക്കം ചെയ്യുന്ന സമയത്ത്? ഞാൻ അറിഞ്ഞത് അതൊരു ചെറിയ കുട്ടീനായിരുന്നു എനിക്ക് തോന്നുന്നത്. ഒരു ചെറിയ 2 മാസം പ്രായമുള്ള ഒരു കുട്ടി. ഇതില് ഒന്ന് ഇതാണ്, ഒന്ന് എന്ത് മരുന്നിനും നമുക്ക് അലർജി ഉണ്ടാവാം. അത് നമ്മുടെ ആരോ കുഴപ്പം കൊണ്ടല്ല, അത് പലപ്പോഴും അത് കണ്ടുപിടിക്കാനും പറ്റില്ല ഈ മരുന്നിന്റെ അലർജി. ഒന്ന്. രണ്ടാമത്തെ പക്ഷെ ഈ തരിപ്പിക്കുന്ന ഈ ലോക്കൽ മരുന്നിന്റെ അലർജി ഒക്കെ വളരെ റയറാ, വളരെ റയറാ. രണ്ടാമത്തെ കുട്ടികളൊക്കെ നമ്മള് ശ്രദ്ധിക്കുക, ആരെ ഭാഗത്തുള്ള തെറ്റ് എന്നൊന്നും പറയുന്നതിന് പകരം നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരു പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ കുട്ടികളൊക്കെ എങ്ങനത്തെ ഇപ്പൊ മാർക്കം ചെയ്യലാണോ അതിനല്ല, പിന്നെ ഇതുപോലത്തെ ചെറിയ എന്തെങ്കിലും പ്രൊസീജിയർ കൊണ്ടുപോകുമ്പോൾ അതിനൊരു പീഡിയാട്രിഷ്യനെ കാണിച്ച് വല്ല ഈ ഹാർട്ടിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അതൊക്കെ ഡോക്ടർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ അത് ശ്രദ്ധിക്കണം ഇനിയുള്ള കാലത്ത്. കാരണം ചെറിയ എന്തെങ്കിലും ഡിഫക്റ്റുകളൊക്കെ ഉണ്ടാകുമ്പോഴേ നമ്മൾ ഒരു സ്ട്രെസ്, ഒരു ഇഞ്ചക്ഷൻ പോലും ഒരു കുട്ടീനെ സംബന്ധിച്ച് വളരെ ചെറിയ കുട്ടിയാണെങ്കിൽ ഒരു സ്ട്രെസ്സാണ് കുട്ടിക്ക്. ഹാർട്ട് അടിക്കും, കുട്ടീൻ്റെ BP കൂടും. അപ്പോൾ അത് പിന്നെ അത് കോംപ്ലിക്കേറ്റഡ് ആവും. എന്തെങ്കിലും ഈ ഹാർട്ടിന് ഈ ജന്മനായുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് എല്ലാം ഉണ്ടെങ്കിൽ, അല്ലെ ഓട്ടയോ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹാർട്ടിൻ്റെ ഉള്ളിൽ ഓട്ടയൊക്കെ വരാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള ഒരു വാളിലൊക്കെ എന്തെങ്കിലും വാൽവിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അപ്പൊ അതൊന്നും ഇല്ല എന്ന് വരുത്തേണ്ടത് എനിക്ക് തോന്നുന്നത് ഡോക്ടറും ചെയ്യണം. അതേപോലെ തന്നെ ഇന്നത്തെ കാലത്തെല്ലാം അവൈലബിൾ ആണല്ലോ, ഒരു രക്ഷിതാവും ചെയ്യുന്നത് നല്ലതായിരിക്കും. രക്ഷിതാവും അതിൽ ഇമ്പോർട്ടൻ്റ് അത് റൂൾ ഔട്ട് ചെയ്യണം. എന്തെങ്കിലും കുട്ടിക്ക് ജന്മനായുള്ള പ്രത്യേകിച്ചും ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ടോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ മാത്രമല്ല, ഒരു പൊട്ടി കരഞ്ഞാൽ പോലും ചിലപ്പോൾ അത് കുട്ടിക്ക് ഈ പ്രശ്നങ്ങൾ വരും. ഒരു കരച്ചിൽ മതി കുട്ടി ആകെ ഇതാവാൻ. ഡോക്ടർമാരായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറൊരു കാര്യം, ഈ നമ്മള് നാട്ടുകാര് നികുതി പണം എടുത്തിട്ട് ഡോക്ടർമാരെ പഠിപ്പിക്കുന്നുണ്ട്. ഇവര് പിന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇവര് പിന്നെ വേറെ എങ്ങോട്ടെങ്കിലും പോകും, അതുകൊണ്ട് നാടിന് വലിയ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പലതരം ചർച്ച ഉണ്ടാവും. എന്താ തോന്നുന്നത്? പലത് അതിൽ ചില കാര്യങ്ങളൊക്കെ ശരിയാണ്. നമ്മള് പിന്നെ നാട് കംപ്ലീറ്റ് അങ്ങനെ ഉപേക്ഷിച്ച് പോകുന്നതിനോട് എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. നിർബന്ധിതാവസ്ഥയിൽ പോരുന്ന പലരും. എനിക്കൊക്കെ നാട് തന്നെ ഇഷ്ടം. പിന്നെ ഒരു ഓപ്ഷൻ കിട്ടി ഇങ്ങോട്ട് പോകുന്നില്ലു. പിന്നെ പഠിപ്പിന്ന് വെച്ചാൽ എല്ലാവരും ഈ പറയുന്ന ഡോക്ടേഴ്സ് മാത്രമല്ല, എല്ലാരെയും പഠിപ്പിക്കുന്ന ഗവൺമെന്റ് തന്നെയാണ്.
അതിൽ ചിലപ്പോൾ എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. എല്ലാരെയും പഠിപ്പിക്കും. ഇപ്പൊ ഗവൺമെന്റ് ഇപ്പൊ ഒരാളാ പിന്നെ സമൂഹത്തിന് പിക്ക് ചെയ്ത് സ്ഥലത്ത് അയച്ച് പഠിപ്പിക്കുക, അതല്ലല്ലോ. നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമിലൂടെ പിന്നെ എല്ലാവർക്കും എഴുതാനുള്ള ഒരു അവസരം കൊടുത്ത് അതിൽ നിന്ന് കുറച്ചാള് പിന്നെ കയറുന്നു. അതൊന്ന്. പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ ചെലവ് വ്യത്യാസമുണ്ട്. നമ്മളൊരു ഇപ്പൊ ഒരു കോളേജ് ലെക്ചററെ ഇത് കോളേജ് പ്രൊഫസറോ അത് അവര് പിന്നെ അവര് പഠിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഈ മെഡിക്കൽ കോളേജിലെ ഈ പഠിപ്പിക്കാനുള്ള ചെലവ് എന്ന് പറയുന്നത് ഒന്ന് അവിടുത്തെ ടീച്ചർമാർക്ക് കൊടുക്കുന്ന ശമ്പളമൊക്കെ ഈ സ്റ്റുഡൻറ്റിന്റെ ചെലവിൽ പെടുത്തും. പക്ഷെ അതങ്ങനല്ല. മെഡിക്കൽ കോളേജിൽ എന്ന് പറഞ്ഞാൽ അവര് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് പിന്നെ അവര് പേഷ്യൻസ് നോക്കുന്നില്ല. അപ്പൊ അതൊക്കെ അത് പേഷ്യന്റിനാണ് അതിന്റെ മെയിൻ ഇത് കിട്ടുന്നത്. അപ്പൊ അത് ഇങ്ങനെ പലരും പറയാറുണ്ട്. പക്ഷെ നമ്മൾക്ക് എനിക്കങ്ങനെ ഒരു വിഷമം തോന്നാറൊന്നുമില്ല. കാരണം പേഴ്സണലി ഞാൻ കുറെ കാലം അവിടുന്ന് ഇപ്പൊ 94-ലാണ് ഞാൻ കോഴ്സ് കഴിഞ്ഞത്. 95-ല് ഹൗസ് സർജൻസി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പല സ്ഥലത്ത് ഒരുപാട് സ്ഥലത്ത് പ്രാക്ടീസ് ചെയ്തു. ആ പ്രാക്ടീസിലൊക്കെ തിരിച്ചു വരിക മെഡിക്കൽ കോളേജിന്റെ അടുത്തൊരു ലോഡ്ജ് ഉണ്ട്, സ്വർഗ ലോഡ്ജ്. അവിടെ തന്നെയായിരുന്നു. അപ്പൊ 99-ല് പി ജി കഴിഞ്ഞേരം അവിടെയായിരുന്നു. പിന്നെ അവിടെ ചുരുക്കി പറഞ്ഞാലേ ഞാൻ ഏതാണ്ട് ഒരു 10-15 വർഷം അവിടെ തന്നെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് ഒരുപാട് ഹോസ്പിറ്റലുകൾ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ ആ സമയത്ത്? കുറെ ഹോസ്പിറ്റൽ വർക്ക്, കുറെ വളരെയധികം. ആദ്യം സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അടിവാരത്തൊരു ക്ലിനിക്ക്. അടിവാര അറിയാലോ, അവിടെ ഒരു ക്ലിനിക്ക്, ഒരു കടന്റെ മുകളില്. അവിടെ ഒരു കള്ള് ഷാപ്പ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ആ കള്ള് ഷാപ്പിന്റെ മുകളില്. അപ്പോ അവിടെ രാവിലെ ഒരു 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. അത് കഴിഞ്ഞ് ബാലുശ്ശേരി മുക്കിലൊരു ഹോസ്പിറ്റൽ ഉണ്ട്, മോഹനൻ ഡോക്ടർ ഹോസ്പിറ്റൽ. അത് രാത്രി അവിടെ 6 ഇതായിരുന്നു ആദ്യത്തെ എൻ്റെ ഷെഡ്യൂള്. പക്ഷേ 2 മാസത്തിനപ്പുറമൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല. ഇവിടെ അടിവാരം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ദുരന്ത മേഖലയാണ്. അവിടെ പിന്നെ നമ്മൾ അങ്ങോട്ട് കൊടുത്ത് സഹായിക്കേണ്ട പേഷ്യൻസ് അധികം വരുന്നത്. പിന്നെ അതിനുള്ള കപ്പാസിറ്റി നമുക്ക് അന്ന് ഇല്ല എന്തായാലും. അപ്പൊ അത് ഒഴിവാക്കി പിന്നെയും അവിടെ നിന്ന് മാറി അങ്ങനെ കുറെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. അതുപോലെ വടകര നമ്മളെ ഇവിടെ അൽമ ഹോസ്പിറ്റൽ, അത് നമ്മളെ പുനത്തിൽ കുഞ്ഞബ്ദുല്ലാന്റെ ഹോസ്പിറ്റൽ പണ്ടത്തെ, അവിടെ കുറച്ച് 2 മാസം പുനത്തിൽ കുഞ്ഞബ്ദുല്ല സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അത് സിറ്റി ഹോസ്പിറ്റലിന് പേര് മാറി. അവിടെ സാറിന്റെ കൂടെ കുറച്ച് നല്ല അനുഭവങ്ങളും കുറെ ഉപദേശങ്ങളും ഒക്കെ കേൾക്കാൻ പറ്റും. ഈ നമ്മുടെ നാട്ടിലെ രോഗികളും ഡോക്ടർമാരും തമ്മിലുള്ള ഒരു ബന്ധമല്ലോ, അത് ഇപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് ഗൾഫ് പോയി. ഇപ്പൊ അവിടുന്ന് പല രാജ്യക്കാരായിട്ടുള്ള ആളുകളായിരിക്കും അവിടെ ഉണ്ടാവുക. ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മളെ നാട്ടിലും അതുപോലെ പുറത്തുനിന്നും ഉള്ള ഡോക്ടർ പേഷ്യന്റ് റിലേഷൻഷിപ്പ്? ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊരു വളരെ ഒരു പ്രോട്ടോകോൾ ബേസ്ഡ്, നമ്മളെ മനസ്സ് കടക്കാതെ നമ്മൾ കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നു. അത് പറയണമെന്ന് നിർബന്ധമാണ്. അവരെ കൊണ്ടത് പറയിപ്പിച്ചതിന് ശേഷം നമ്മൾ അത് റെക്കോർഡ് ചെയ്യണം. ഇവിടെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ദോഹയില്, ഖത്തറില്, ഗൾഫില്, ഇന്ത്യക്ക് പുറത്ത്. നമ്മളിപ്പം എല്ലാ കാര്യങ്ങളും അവര് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഇവിടെ എല്ലാം റെക്കോർഡിക്കലാണ്. അത് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നു. എന്നിട്ട് പേഷ്യൻ്റ് അത് കേട്ടു, ആൾക്ക് സമ്മതമാണ് എന്നെല്ലാം നമ്മളതിൽ മറ്റേ അവരെ റെക്കോർഡിൽ എഴുതിയോ. നമ്മളെ നാട്ടിലെ അങ്ങനല്ല. നമ്മൾ കുറച്ചും കൂടെ അവരെ മനഃശാസ്ത്രവും അവരെ കുറച്ചൊക്കെ അവരോട് ഇപ്പം എങ്ങനെ അത് പറയുക എന്നൊക്കെ വിചാരിക്കില്ല. കുറച്ച് കഴിഞ്ഞിട്ട് വളരെ സിംപ്ലിഫൈ ചെയ്ത് പറയാം. ഇതങ്ങനെ ഇവിടെ പച്ചക്ക് പറയൽ തന്നെയാണ്. അപ്പൊ അത് അങ്ങനെ നടക്കുന്നുള്ളൂ ഇവിടുത്തെ അവസ്ഥയിൽ. കാരണം ഒരുപാട് നാഷണാലിറ്റീസ് ഉള്ളത് കൊണ്ട് അങ്ങനെ നടക്കുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടില് നമ്മൾ കുറച്ചും കൂടെ അവരെ ഒരു മാനസികമായിട്ടൊന്ന് പാകപ്പെടുത്തിയെടുത്തതിന് ശേഷം ആയിരിക്കും പറയാറുള്ളത് പലപ്പോഴും. പിന്നെ ഇവിടെ ഗൾഫില് പ്രത്യേകിച്ചും എല്ലാം ഒരു യാന്ത്രികമായിട്ടും പ്രോട്ടോകോൾ ബേസ്ഡും പലതും നമുക്ക് അറിഞ്ഞുകൂടാത്ത ചില പ്രോട്ടോകോളും അതൊന്നും ശരിയല്ല എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ അതൊക്കെ ചെയ്യിക്കുകയും ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇവിടുത്തെ. നാട്ടിൽ നമ്മൾ ഒരാളുടെ പോക്കറ്റും കൂടെ നോക്കിയിട്ടാണല്ലോ. ഇപ്പോഴത്തെ കൃത്യമായിട്ടുള്ള അവസ്ഥ എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ കുറച്ചും കൂടെ പേഷ്യന്റിന്റെ പോക്കറ്റൊക്കെ നോക്കിയിട്ട് അത് മതി ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചു ചെയ്യാനല്ലേ ശ്രമിക്കുക.
അതാണ് ഒരു ബേസിക് വ്യത്യാസം. ഏതാണ്ട് നിങ്ങളൊരു 25 വർഷത്തിലധികമായിട്ടുണ്ടാവും അല്ലെ ഈ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട്? അല്ല, ഒരു ഡോക്ടർ എന്നുള്ള രീതിയിലുള്ള ഡോക്ടർ പ്രൊഫഷനിൽ ഒരു 4 നൂറ്റാണ്ടായില്ലേ? അതായത് 95 ഹൗസ് ഏജൻസി മുതൽ 95 മുതൽ ആയിട്ടുണ്ട്. അപ്പൊ ഒരു 4 നൂറ്റാണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ, ഇത്രയും കാലത്തിന്റെ ഇടയിലുള്ള നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മറക്കാൻ പറ്റാത്ത പോലെയുള്ള എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഈ ഏതെങ്കിലും രോഗികളെ കുറിച്ചോ നമ്മളെ ട്രീറ്റ്മെന്റിനെ കുറിച്ചോ? ഒരുപാട് ഓർമ്മകളുണ്ട്. പക്ഷെ അതിൽ പ്രശ്നം പലതും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇത് ആയതുകൊണ്ട് ഒരുപാട് പക്ഷെ ഒരെണ്ണം ഞാൻ പറയും, ഒരു തമാശ എന്നല്ല. തലശ്ശേരി വർക്ക് ചെയ്യുന്ന കാലത്ത് ഒരു ചെറിയൊരു പിന്നെ ഒരു അടി കിട്ടുന്നതിൽ നിന്ന് ഒഴിവായ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഒന്നുമില്ല, അതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവിടെ ഗൈനക് കേസ് ആയിരുന്നല്ലോ കാര്യമായിട്ട്. അപ്പൊ രാത്രി തന്നെ ഒരു 10 ഡെലിവറി ഒക്കെ ഉണ്ടാവും. രാത്രി ഒരു 12, മിക്കവാറും ഡെലിവറി രാത്രി ആയിരിക്കും ചെയ്യാം അതിനുള്ള. അപ്പൊ അങ്ങനെ ഒരു ഡെലിവറി കേസ് അറ്റൻഡ് ചെയ്ത് കുട്ടി പുറത്തു വന്നു. ഗൈനക്കോളജിസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അവർക്കൊരു നമ്മളൊരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല സിസ്റ്റർമാരുണ്ട് അവിടെ, അവർ ചെയ്തോളും. അപ്പൊ അങ്ങനെ ഒരു കുഴപ്പമില്ല, എടുത്തു, ഡെലിവറി എടുത്തു, എല്ലാം ക്ലിയർ ആയി. കുട്ടീനെ കാണിച്ചു കൊടുത്തു. പക്ഷേ പെട്ടെന്ന് തന്നെ ലേഡിക്ക് ബ്ലീഡിങ് തുടങ്ങി ഭയങ്കരമായിട്ട്. മദറിന് ഒരു കോളത്തിൽ നിൽക്കുന്നില്ല. എനിക്കറിയാവുന്ന പോലെയല്ല ഞാൻ ചെയ്തതൊന്നും നിൽക്കുന്നില്ല. അത് ഗൈനക്കോളജിസ്റ്റിനെ വിളിച്ചു. അവരും വന്നു, ഒരുപാട് ശ്രമിച്ചു, ബ്ലീഡിങ് നിൽക്കുന്നില്ല. പിന്നെ അന്ന് അവിടെ മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ പിന്നെ സുലൈമാൻ സാർ, യൂറോളജിയിൽ സാർ അവിടുന്ന് സാധന ചെയ്തിട്ടുണ്ടായിരുന്നു. സാർ നല്ല എക്സ്പീരിയൻസ് സർജനാണ്. സാറെ വിളിച്ചു, ഗൈനക്കോളജിസ്റ്റ് പോയിട്ട്. സാറും വന്നു. സാറ് കുറേ നിന്ന് സാറത് ശരിയാക്കി ഒരു തുന്നലൊക്കെ. അപ്പോഴത്തേക്ക് പേഷ്യൻ്റ് 1-2 കുപ്പി ബ്ലഡ് കയറ്റലും ഞാനാണ് എല്ലാം പായുന്നത്, ഓടുന്നത്. രാത്രി ഏതാണ്ട് ഒരു 4-5 കിടക്കും. ഓടി വന്ന് എല്ലാം ശരിയാക്കി ഒക്കെ. അമ്മേനെയും സ്റ്റേബിളാക്കി, പിന്നെ ഉമ്മനെയും സ്റ്റേബിളാക്കി, കുട്ടിയും ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. അങ്ങനെ അവരെ റൂമിലാക്കി. ഞാനിങ്ങനെ ഒരു സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഒരു 10 മണിക്ക് പോയി അവരെ റൂമിൽ പിന്നെ പോയി അവരെ കണ്ടു. അമ്മയും കുട്ടിയും എല്ലാം ഹാപ്പിയാണ്. കൂടെയുള്ള പെണ്ണുങ്ങൾക്കും വളരെ ഹാപ്പിയാണ്, രക്ഷപ്പെട്ടു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി അതിൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ. ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുന്ന സമയത്തുണ്ട് ഒരു ബഹളം കേൾക്കുന്നു ഹോസ്പിറ്റലിൽ. അത്യാവശ്യം നല്ല ഒരു ജീപ്പ് കാണുന്നുണ്ട് അവിടെ. നമ്മുടെ നാട്ടിലത്തെ ഒരു വലിയൊരു ജീപ്പ് പോലത്തെ ഒരു ജീപ്പ് കാണുന്നുണ്ട്. നല്ല ബഹളവും. അപ്പൊ അവിടെ ഒരു ഫാർമസിസ്റ്റ് അതിന്റെ സൈഡിൽ, ഹോസ്പിറ്റലിന്റെ സൈഡിൽ ഒരു ഫാർമസിസ്റ്റ് നടത്തുന്നതാണ്. അപ്പൊ അവനെ എന്നെ മെല്ലെ പറഞ്ഞു, ഡോക്ടറെ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, നിങ്ങൾ ഇവിടെ ഇരുന്നോന്ന് പറഞ്ഞിട്ട്. അവന്റെ ഫാർമസി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന് മുമ്പ് തന്നെയാണ്, സൈഡിൽ. എന്നെ അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ ഫാർമസിസ്റ്റ് എന്ത് ചെയ്തു, നിങ്ങൾ ഇവിടെ ഇരിക്കി, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, നിങ്ങളെ പറ്റിയ പ്രശ്നം. സംഭവം എന്താന്ന് വെച്ചാല് ഇവര് പിന്നെ ഒരു ജീപ്പിൽ കുറെ ആൾക്കാർ നാട്ടിൽ നിന്ന് വന്നു. അന്ന് ഞാനൊരു ലൈനുള്ള ഷർട്ടായിരുന്നു ഇട്ട്. അപ്പൊ എന്നെ അവർക്ക് ആർക്കും അറിയില്ല. അപ്പൊ അവരാരല്ലോ ആദ്യം ഈ ഡെലിവറി അറ്റൻഡ് ചെയ്തത് ഞാനാണല്ലോ, ഗൈനക്കോളജിസ്റ്റ്. അവിടെ ഉണ്ടായ എന്തോ ഒരു പാകപ്പിഴയാണ്. അപ്പൊ ആ ഡോക്ടറാണ് എല്ലാറ്റിനും കാരണം എന്നും പറഞ്ഞ് ആണ് ബഹളം വെക്കുന്നത്. ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഞാനിങ്ങനെ മറ്റേ ഗൈനക്കോളജിസ്റ്റ് പരാതി ഒന്നും പറയുന്നില്ല അവരെ പറ്റിയൊന്നും. എല്ലാം എന്നെ പറ്റിയാ പറയുന്നത്. ആ ഒരു വരയൻ ഷർട്ടുള്ള മെലിഞ്ഞ് ആ ഡോക്ടറുടെ ഓന ആർക്ക് മറ്റേതാക്കുന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ബഹളം വെക്കും. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ട് നോക്കുമ്പോൾ ആരോ ഫോൺ ചെയ്തു. അപ്പോൾ ആ ഹോസ്പിറ്റലിന്റെ മുതലാളി അന്ന് ഒരു തലശ്ശേരിത്തെ ഒരു ഡോണ, ആളിപ്പോൾ മരിച്ചുപോയി, വളരെ അടുത്ത ആളായിരുന്നു. ഡോൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു സുരേഷ് ഗോപിന്റെ ലുക്കും അതേ സ്റ്റൈലിലുള്ള ജീവിതവും ഭയങ്കര ആർഭാടത്തിന്റെ ഒക്കെ അറ്റായിരുന്നു. അപ്പം പുള്ളിനെ ആരോ വിളിച്ചു. ആ പുള്ളി വന്നങ്ങനെ ഇറങ്ങി. എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ അവരടുത്ത്. നമ്മൾ ആ പണ്ടൊരു സിനിമയില് ജഗതി അടിക്കിട്ടിട്ട് പോകുന്നില്ലേ, അതുപോലെ ഒന്നുമില്ല എന്നും പറഞ്ഞ അവരും എല്ലാവരും ഓടിയാൻ പോയി. അതെനിക്കൊരു ഒരു രസകരവും അല്ലെങ്കിൽ ഒരു അടി കിട്ടുന്നതിന് രക്ഷപ്പെട്ട ഓർക്കുന്ന ഒരു സംഭവമാണ്. അന്ന് ഞാൻ വേറൊരു കാര്യം മനസ്സിലാക്കി. ഈ പ്രൊഫഷണല് ഈ ബഹുമാനം എന്നൊക്കെ പറഞ്ഞാലേ അതൊക്കെ അന്ന് ഈ പ്രൊഫഷനിലൂടെ നഷ്ടം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമായിട്ടാണ് എനിക്ക് തോന്നിയത്.
പൈസക്കും അങ്ങനത്തെ ജാളക്കും വലിയ ഷോ ഓഫിനൊക്കെ തന്നെയാണ് വാല്യൂ പേഷ്യൻസിന്റെ ഇടയിൽ അന്ന് മനസ്സിലായത്. നമുക്കത് ഇല്ലതാണ്, എന്ത് ചെയ്യാനാ. ആരിഫ് ഇപ്പം ലീവിന് നാട്ടിൽ വരുന്ന ഒരാളാണല്ലോ. ബാക്കി സമയത്ത് മിക്കവാറും പല രാജ്യത്തുള്ള പേഷ്യൻസും പല ആളുകളും അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആളുകളുടെ അനുഭവങ്ങളെല്ലാം അറിയുന്ന ഒരാൾ. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് പോയതാണല്ലോ. അപ്പം നാട്ടിൽ ഇങ്ങനെ വരുമ്പേ നമ്മളെ ഈ വാണിയലിന്റെ ഒരു മാറ്റം എന്തെങ്കിലും ശ്രദ്ധിക്കാൻ ചെയ്തിട്ടുണ്ടോ? വാണിയൽ ശരിക്കും ആ പഴയതെന്ന് ഇപ്പം ഏത് രീതിയിലാണ് മാറിയെന്ന് ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട്. ശരിക്കും എനിക്കൊരു കഴിഞ്ഞൊരു 10 വർഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് എവിടെ പോകുന്നതിനേക്കാൾ ഇഷ്ടം എനിക്ക് നാട്ടിൽ വരുന്നതാണ്. ഒരു ദിവസം കൂടി നാട്ടിലിരിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ കോഴിക്കോടും അല്ല, എനിക്ക് നാട്ടിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം ആദ്യമൊക്കെ നമ്മളെ നാട്ടില് നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടാവും ഭൂമിയാതത്തിലൊക്കെ നാട്ടില്. ഇപ്പൊ അതൊക്കെ കുറഞ്ഞു. ഇപ്പൊ മറ്റൊരു തലമുറ അവിടെ വളർന്നു. അത് സ്വാഭാവികമാണ്. മനസ്സിലായില്ലേ? നമുക്ക് നമ്മൾ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് നമ്മളെ അടുത്ത സുഹൃത്തുക്കളൊന്നും അവരും തിരക്കിലാണ്, അവരൊന്നും അവൈലബിൾ ആവില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു മാറ്റമുണ്ട്, ഭയങ്കരമായ മാറ്റമുണ്ട് നാട്ടില്. പക്ഷേ മാറ്റം ഉണ്ടെങ്കിലും നമ്മളെ ഈ ഗ്രൂപ്പൊക്കെ ഇപ്പോഴും ഒരു പഴയ സ്റ്റൈലിൽ നിയന്ത്രിക്കുന്നതും ആ ഗ്രൂപ്പിനെ ഒന്നും അങ്ങനെ പൊളൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പുതിയ ഇപ്പൊ നമ്മളുള്ള ഗ്രൂപ്പുകളൊക്കെ അതില് ഇപ്പോഴും നമ്മുടെ ആ പഴയ സ്റ്റൈലൊക്കെ തന്നെയാണ്. അത് തന്നെയാണ് അത് നമ്മൾക്ക് അത്തരം ഗ്രൂപ്പുകൾ ഏറ്റവും പ്രിയപ്പെട്ടതായുള്ള കാരണം അത് തന്നെ. ഈ ആരിഫ് ഇപ്പൊ നാട്ടിലുണ്ടായിരുന്ന സമയത്തും പിന്നെ ഇപ്പൊ ഗൾഫിലാണെങ്കിലും ബാണിയക്കാറ് രോഗികളായിട്ട് വരുന്ന ഇഷ്ടംപോലെ സമയങ്ങൾ ഉണ്ടാവല്ലോ. നമ്മൾ ആരിഫ് എന്ന് പറഞ്ഞിട്ട് അതിനുള്ള എന്തെങ്കിലും കഥകളുണ്ടോ? എന്തെങ്കിലും അനുഭവം? നാട്ടിലുള്ള സമയത്ത് ഒരുപാട് അനുഭവമുണ്ട്. നാട്ടിലുള്ളത് പറഞ്ഞുതരാം. നാട്ടിലുള്ളപ്പോ എനിക്ക് തോന്നുന്നൊരു എക്സാമിന്റെ തലേ ദിവസം വളരെ അറിയാവുന്നതാണ്. അവര് മോള് ലേബർ റൂമിലാണ് എന്ന് പറഞ്ഞു. എക്സാമിന്റെ തലേ ദിവസം പറഞ്ഞു നേരെ റൂമിൽ അങ്ങ് വരും. നമ്മള് മെഡിക്കൽ കോളേജിൽ പിന്നെ വാർഡനോ അങ്ങനെ സെക്യൂരിറ്റി ഒന്നും ഉണ്ടാവില്ല. നേരെ ഇവര് നമ്മളെ നാട്ടിലെ ഒറ്റത്തിൽ സംസാരിക്കും. അപ്പുറത്തും ഇപ്പുറത്തും പഠിക്കുന്ന കുട്ടികളൊക്കെ ദേഷ്യം പിടിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. പക്ഷേ നാളെ എക്സാം ആണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. ഞാനങ്ങനെ പറഞ്ഞൊന്നും എക്സാം എനിക്ക് പിന്നെ എഴുതാം. അവര് ഒരു നിഷ്കളങ്കമായി പറഞ്ഞു എക്സാം ഇനി എഴുതിക്കൂടെ, പ്രസവം ഇപ്പം നടക്കുന്നല്ലേ ഉള്ളൂ, അപ്പൊ എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് പോകേണ്ടി വന്നൊരു അന്ന് രാത്രി. കാര്യമായി നമുക്കൊന്നും ചെയ്യാനൊന്നും ഉണ്ടാവില്ല. അവരുടെ റൂമിന്റെ മുമ്പ് പോയി നിന്ന് ഒന്ന് ഡോക്ടറോട് എന്തെല്ലാം ചോദിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിലെ നിഷ്കളങ്കരായ ആൾക്കാരായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. പിന്നെ ഇവിടെ ഖത്തറിൽ വന്ന് ശരി തുടക്കത്തിലൊക്കെ സജീവം. പക്ഷെ ഇവിടെ എനിക്കൊരു പ്രയാസം എന്ന് വെച്ചാല് ഇവിടെ വേറെ ഒന്നും എല്ലാവരും പ്രോട്ടോക്കോളും നിയമവും ഒക്കെ കൂടുതൽ ശക്തമായിട്ട് വരികയാണ്. ഇപ്പൊ അപ്പോയിന്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ അത് കോൾ സെന്റർ വഴി വരുന്നു. നമുക്ക് കാര്യം എന്തെങ്കിലും നമ്മൾ പേടിയാണ് ശരിക്കും പറഞ്ഞാല്. നമ്മൾ എന്തെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ചെറിയ കാര്യമായിരിക്കും, പക്ഷെ അത് അതിന്റെ റിസൾട്ട് ചിലപ്പോൾ ഭയങ്കരമായിരിക്കും. അപ്പൊ ഒരു വാണിംഗ് എല്ലാം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അധികം ഇപ്പം അങ്ങനെ എന്നാലും കഴിയുന്ന പരമാവധി നോക്കാറുണ്ട്, നോക്കണം ആവുന്ന പോലെയൊക്കെ. പക്ഷെ കുറവാണ് ഇപ്പം പലർക്കും. പിന്നെ ഇവൺ പലതും ചെയ്തു കൊടുക്കാൻ പറ്റാറില്ല ചുരുക്കി പറഞ്ഞാല്. നമ്മൾ സത്യത്തിൽ വൈകി തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചതിനേക്കാളും വൈകിട്ടുണ്ട്. അപ്പം ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ആരിഫിന്റെ പാട്ട് ഇപ്പൊ ആരിഫ് പാടാറുണ്ടോ? ഇത് എപ്പോഴും ഈ പാട്ട് സീരിയസ് ആയിട്ടുള്ള ജീവിതത്തിൽ ഭയങ്കര സീരിയസ് പ്രസൻസ് ആയിരുന്നല്ലോ. അതെങ്ങനെയാ പിന്നെ പാട്ടില്ലാണ്ടായതും ഇപ്പം അത് പിന്നെ ഏതെങ്കിലും തരത്തില്? പാട്ട് ഞാൻ എല്ലാ കാലവും പാടലുണ്ടായിരുന്നു. ചില എന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് പലപ്പോഴും പാടല്. ബാത്റൂമിൽ കയറുമ്പോ അല്ല ഒറ്റക്ക് റൂമിലേക്കും ഹോസ്റ്റലിനൊക്കെ തീരായിട്ട് പാടും. ഞാൻ ആരും കേട്ടാലും ഇല്ല കേട്ടില്ല. ആ പാട്ട് ഒഴിവാക്കിയിട്ടുള്ള പ്രശ്നമില്ല. പാട്ട് നമ്മുടെ ഒരു എന്തോ അലിഞ്ഞു കഴിയുന്ന സംഭവമാണ്. അത് കേൾക്കാനും ഇഷ്ടമാണ്, പാടാനും ഇഷ്ടമാണ്. പക്ഷേ ഈ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ പാടാറുണ്ടായിരുന്നില്ല ശരിക്കും. ഞങ്ങൾ ബാച്ച് ഗെറ്റ് ടുഗദറിനായിട്ടും പാടാന്നില്ല. പിന്നെ
ഈ കൊറോണ വന്നതിന് ശേഷം വീണ്ടും ഞാൻ ഇതിലെല്ലാം ഒന്ന് പൊടി തട്ടി. ഒന്നും ഇല്ലല്ലോ, വണ്ടിയിൽ ഇരുന്നു പാടി, ഇങ്ങനെ റെക്കോർഡ് ചെയ്തു. കൊറോണ അതൊരു വീണ്ടും പാട്ടിലേക്ക് തിരിയാനുള്ള ഒരു 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 അവസരമായിരുന്നു. അതിനുശേഷം കുറച്ചൊക്കെ പാടുന്നുണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ. പക്ഷെ അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ഒന്നും ആവില്ല. ഒരു 2 വരി പാടുന്നോ? വെറും 2 വരി. എന്നിട്ട് രണ്ടുപേരും നമുക്ക് എനിക്ക് ഡോക്ടർ നമ്മളെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ പാട്ട് പാടില്ലേ നേരത്തെ? അതിന്റെ അതെ വേർഡ്സിനെ കൃത്യമായ സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീട് കണ്ട് സ്വർഗം നാണിക്കുമോ, എന്നും സ്വർഗം നാണിക്കുമോ, അങ്ങനെ എന്തോ ആണ് വേർഡ്സ് അല്ലേ? വേറെ ഏതെങ്കിലും ഒരു 2 വരിയും കൂടി പാട്ടിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്നാലും നമ്മൾ ശരിക്കും 10:20 സമയം എടുത്തില്ലേ സ്റ്റാർട്ട് ചെയ്തേ. അതെ കുഴപ്പമില്ല. നമ്മൾ 1 മണിക്കൂർ വിചാരിച്ചു. നമ്മൾ ഇന്ന് ശരിക്കും വൈകി, ആദ്യത്തെ ആയതുകൊണ്ടും ഒക്കെയാ. ഒരു പാട്ടും കൂടി പാടിയിട്ട് നമുക്ക് കുറച്ച് വേണം. 2 एहसान तेरा होगा मुझ पर दिल कहता है वो कहने दो, तुमसे मोहब्बत हो गई है मेरी. അങ്ങനെ വേർഡ്സ് ഓർമ്മയില്ല. നമ്മള് ഈ വൈകിയത് കൊണ്ടൊക്കെ ആയിട്ടുള്ള ഈ ഒരു സമയത്തെ നമ്മൾ പതുക്കെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം നമ്മളിപ്പം ഇവിടെയുള്ള ബാക്കി ആളുകളായിട്ടൊന്നും നമ്മൾ സംസാരിച്ചില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം എന്തെങ്കിലും സംസാരിക്കേണ്ട അതുകൂടി ആയിട്ട് നമുക്ക് നിർത്താം ബാക്കി എല്ലാവർക്കും. ഷജീറെ നമുക്ക് അൺമ്യൂട്ട് ആക്കാം. എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാം. അപ്പൊ അതിനുമുമ്പ് സജീർ ഒരു കാര്യം കൂടെ. അപ്പം പിന്നെ പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരോടും നന്ദി പറയാണ്. എന്നെ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോകുന്നതിനും നിങ്ങളോടെല്ലാം കുറെ കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ പറ്റിയതിൽ. സജീർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. നിങ്ങളെല്ലാവരും, നിങ്ങൾ ഫുൾ ടീമിനോടും ഓരോരുത്തരായിട്ട് പറയുന്നില്ല, ഫുൾ ടീമിൻ്റെ അടുത്തും പ്രത്യേകിച്ചും നമ്മുടെ പ്രിയങ്കരനായ റഷീദിൻ്റെ അടുത്തും എല്ലാം എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ പറഞ്ഞതൊക്കെ കുറെ എൻ്റെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിലൊരു എന്താ പറയുക, നിങ്ങൾ ബോറടിച്ചോന്ന് എനിക്കറിയില്ല. ഏതായാലും പിന്നെ വളരെയധികം നന്ദി. പിന്നെ നമുക്കിനിയും ഇതുപോലെ പരിപാടികൾ ഉണ്ടാക്കണം. നമുക്ക് ഈ ചോദ്യങ്ങളും കൂടി ബാക്കി നമ്മളെ കൂടെയുള്ള ആളുകൾ ഇരിക്കുന്ന ഓഡിയൻസ് സംസാരിച്ചാൽ ക്ലാരിറ്റി ലേശം ബ്രേക്ക് ആവുന്നുണ്ട്. പറയുന്ന ആരാ? പേരൊന്ന് പറയണേ. ആരാ പറയുന്ന വെച്ചാൽ പേര് പറഞ്ഞിട്ട് പറഞ്ഞാല്. അല്ല ഷഫീന അതൊന്ന് മ്യൂട്ട് ചെയ്യോ? വേറെന്തോ ശബ്ദം കയറി വരികയാണ്. ഇപ്പൊ ഓക്കെ ഷഫീന പറയൂ ഷഫീന. അല്ല ഞാനല്ല, എന്റെ അല്ല, തട്ടാങ്കണ്ടിക്കേന്റെ വീട്ടിൽ നിന്നാ വന്നേ. ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പറയട്ടെ അമ്മക്ക് പറയട്ടെ. അമ്മക്ക് പറയുന്നുണ്ടോ? അപ്പൊ ഏതായാലും പിന്നെ ആരിഫ് ഡോക്ടർ, പിന്നെ നമ്മളൊക്കെ മനസ്സിൽ കുറെ ഓർമ്മകളുണ്ട്. അതില് ക്രസന്റ് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാന് ജസ്റ്റ് സീനിയർ ആയിട്ട്, ആരിഫ് തൊട്ട് താഴെ ആണുള്ളത്. അപ്പൊ ആ സമയത്ത് ഒരു എപ്പോഴും മനസ്സിലിരിക്കുന്ന ഒരു പാട്ടുണ്ട്. ഓർമ്മയുണ്ടോ എനിക്ക്? എപ്പോഴും മനസ്സിലിരിക്കുന്ന ഒരു പാട്ട്, അല്ലിപ്പൂങ്കാവില് എന്നുള്ളൊരു പാട്ട്. അത് ഭയങ്കര ഒരു ഹരായിരുന്നു. അത് ഇക്ബാലിന്റെ വേറൊരു പാട്ട് ഇങ്ങനെ, ഈ ഒരു അല്ലിപ്പൂങ്കാവ്, 2 പാട്ട് എപ്പോഴും എനിക്ക് ഓർമ്മയാണ്.
അത് അപ്പോ വേർഡ്സ് കൃത്യമായിട്ട് ഓർമ്മ ട്രൈ ചെയ്യാം. ആ ഓക്കെ. ആ അല്ലിപ്പൂങ്കാവിലെ അനുരാഗവല്ലിയിൽ ആദ്യം വിരിയുന്നതാൺ പൂവോ, ആദ്യം വിരിയുന്ന പൂപ്പെണ്ണ്. അഞ്ജന കണ്ണുകളും ആരോമൽ പൂമുഖവും ആയില്യം നാളുമുള്ള കള്ളനാണോ, അതോ മാമ്പൂവിൻ നിറമുള്ള മയിൽപീലി കണ്ണുള്ള മഴവില്ലിൻ നൊത്ത മിടുക്കനാണോ, മിടുക്കിയാണോ? അത്രേ പറ്റുള്ളൂ ഇപ്പൊ. വേർഡ്സ് കംപ്ലീറ്റ് ഓർമ്മയില്ല, അതുകൊണ്ട്. ഈ ചോദ്യം തന്നെ വേണമെന്നില്ല, വർത്താനം പറയാനാണെങ്കിലും ആർക്കെങ്കിലും. വർത്താനം പറയാം. നമ്മളെ മൊയ്തു ഉം. വാണിമേൽ മൊയ്തുക്ക അവരൊക്കെ ഇതിനകത്തുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാതെ കേൾക്കാനും നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. അതെ നമ്മൾ അതെ. ഒരുപാട് കാലമായിട്ട് കാണാത്തത് ഇതിന്റെ ഇടയിൽ മൊയ്തുക്ക അതുപോലെ ഒരുപാട് ആളുകള് മൊയ്തുക്ക നമ്മളെ കൊലപ്പറമ്പ് ആർക്കെങ്കിലും എന്തൊക്കെ ഒന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന് അതെ അതെ പഠിപ്പിച്ച ആളെ മൊയ്തുക്ക. കൊളപ്പറമ്പത്ത് പിന്നെ മൊയ്തുക്കാരെ നമ്മള് മാഷ് മൊയ്തു എന്നാ വിളിക്കുക. ആ വോളിബോൾ വിളിക്കും, കളിക്കുന്ന അതന്നെ അതന്നെ. മാഷ് മൊയ്തു ഇടാ. അതെ, എനിക്ക് ഓർമ്മ ഉണ്ടോ? അതൊക്കെ നമ്മളൊരു ഈ മനസ്സിലൊരു ഓർമ്മ ഇടാം. പൊള്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അല്ല, കാര്യം, വോളിബോൾ പൊള്യൂഷൻ എന്നുള്ള കാര്യം, എൻവയോൺമെന്റൽ പൊള്യൂഷൻ എന്നുള്ളത് ആദ്യം എനിക്ക് പറഞ്ഞു തന്നു മൊയ്തു മാഷ്. ആദ്യം അങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമുക്കറിയില്ല. നമ്മൾ പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്തൊന്നും ഈ എൻവയോൺമെന്റൽ പൊള്യൂഷൻ വലിയൊരു ഇതൊന്നും ആയിരുന്നില്ല അന്ന്. പക്ഷെ അങ്ങനെ ഒരു വലിയൊരു സംഭവം ഉണ്ടെന്നുള്ളത് പറഞ്ഞു തന്നെ നമ്മളെ മൊയ്തുക്കയാ. അതുപോലെ നമുക്ക് കുഞ്ഞാലി ഡോക്ടർ ഇതിനകത്തുണ്ട്. കുഞ്ഞാലി ഡോക്ടർ ഫിയറ്റ് വണ്ടി, ഒരു കാറുണ്ടെന്ന്. ആ കാറ് ശരിക്കും നമുക്ക് ഭയങ്കര പ്രചോദനമായിരുന്നു. ആ കാറ് കുളപ്പുറമ്പത്തൂടെ പോകുന്ന കാണുമ്പോൾ അത് ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ അതൊരു അത്ഭുതവും ഇതൊക്കെ ആയിരുന്നു ആ സമയത്ത്. വേറൊരു ഡോക്ടർ കാര്യം, ഇതിനകത്ത് ഇല്ല. നമ്മളെ ചെറുപ്പകാലത്തിലുള്ള ഒരു ഭാഗ്യത്തിൽ ഒന്ന് ഞാനിപ്പം പറയാ, ഒന്ന് നമുക്ക് കിട്ടിയ ഭാഗ്യങ്ങളിൽ ഒന്ന് ഒരു ഇടത്തരം കുടുംബത്തിൽ ഒരു മാഷ മോനായിട്ട് ജനിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. സത്യം പറഞ്ഞാല് ഒരു അത്യാവശ്യം ഭക്ഷണം കഴിക്കാനെല്ലാം ഉണ്ട്, പിന്നെ അതൊരു ഭാഗ്യമായിട്ടിരുന്നു. അതേപോലെ രണ്ടാമത്തെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാല് ഈ കൊളപ്പറമ്പത്ത് ജനിച്ചത് എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ടാണ് തോന്നുന്നു. കൊളപ്പറമ്പത്ത് എന്ന് പറഞ്ഞാല് അതൊരു എനിക്ക് നമ്മളെ വാണിമേലിന്റെ വാഷിങ്ടൺ DC ആണ് കൊളപ്പറമ്പ്. വൈറ്റ് ഹൗസ്, അതായത് പഞ്ചായത്ത് ആരാധനാലയങ്ങള് ഏറ്റവും സെക്യുലർ ആയിട്ടുള്ള ഇടം. വാണിമേൽ പഞ്ചായത്തിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും സെക്യൂർ ആയിട്ടും ഉള്ള, ഇപ്പോഴും അതിന്റെ ഒരു തുരുത്തായിട്ട് അവശേഷിക്കുന്നത് കൊളപ്പറമ്പ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഡിസ്നി ലാൻഡ് പറയില്ല, അതുപോലത്തെ എല്ലാ ഇപ്പം വർഷത്തില് 2-3 മാസം സർക്കസ്, സൈക്കിൾ ഓട്ടം, അങ്ങനത്തെ എല്ലാ എന്റർടൈൻമെന്റ്സ്. പിന്നെ നമ്മളെ ഈഡൻ ഗാർഡൻ, അതായത് നമ്മളെ കളി, വോളിബോൾ ആണെങ്കിലും അങ്ങനെ 2-3 മാസം അങ്ങനെ. പിന്നെ ഈ ഒക്ടോബർ 31 ഡ്രാമ, അങ്ങനത്തെ കാണലൊക്കെ, അയ്യപ്പൻ വിളക്ക്. ഒരു ഒരു എന്താ പറയാ, കുട്ടിക്കാലത്ത് ഏറ്റവും സവിശേഷമായ ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ ജനിച്ചത്. ഞദോഷ ശരിയാ, വളരെ ശരിയാ. അതെ, കൊളപ്പറമ്പ് തന്നെ അതൊരു വല്ലാത്തൊരു വൈബാ അന്ന് പ്രത്യേകിച്ചും. പിന്നെ എല്ലാറ്റിനും ഉപരി നമ്മളെ മമ്മുമാഷ വീട് സ്ഥിരം ചെയ്യുന്ന സ്ഥലം. മമ്മുമാഷ വീട് തന്നെ ആർക്കും എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു അവസ്ഥ. അതായത് എല്ലാം ഓപ്പൺ ആണല്ലോ. ഇപ്പോ എനിക്ക് വേറെ ഒരു വീട്ടിലും അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പൊ മാഷ് കിടക്കുന്ന ബെഡ്റൂമില് ആർക്ക് വേണമെങ്കിൽ പോയി കുത്തിരിക്കാം ഏത് സമയത്തും. എല്ലാം ഓപ്പൺ ആണ് മാഷിന്റെ. അപ്പൊ അതും എല്ലാം കൂടെ ഒരു വല്ലാത്തൊരു ഒരു അനുഗ്രഹീതമായ ഒരു സ്ഥലം തന്നെയായിരുന്നു പിന്നെ കൊളപ്പറമ്പ്. ഏത് പിന്നെ സാറേച്ചാന്റെ ചായ, എനിക്ക് തോന്നുന്നില്ല ഓറത്തിലെ ചായ വിളമ്പിയ ഒരു പൊതുപ്രവർത്തകന്റെ വൈഫ് ഈ കേരളത്തിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ചായകള് എന്ന് വെച്ചാൽ അതും
ചെറിയ ചായ ഒന്നല്ല, നല്ല ഒന്നാന്തരം ചായ ആയിരിക്കും. ആർക്ക് അതിന് ഇതൊന്നുമില്ല, വകതിരിവൊന്നുമില്ല. എല്ലാവർക്കും നല്ല അടിപൊളി ചായ, പശുവും പാല് ചേർത്ത്. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ അത്ര നല്ല ചായ ഇതുവരെ കുടിച്ചിട്ടില്ല, സത്യം പറഞ്ഞു. പിന്നെ മാഷക്കാണെങ്കിൽ വേറെ ഒന്നുണ്ട്. മാഷ് നല്ലോണം ഭക്ഷണം കഴിക്കുന്ന മനുഷ്യനാണ്. ഭക്ഷണം കഴിക്കുകയും ചെയ്യും, മറ്റുള്ളവരെ കഴിപ്പിക്കുകയും ചെയ്യും. കഴിപ്പിക്കും എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കാണ്ട് പുറത്തിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ മാഷിങ്ങനെ പറയും, നല്ല പൊരിച്ചുണ്ടേ വന്നോളെ. ആ കഴിക്കുന്നതിനെ കുറിച്ച് നമ്മളതിൽ തീറ്റിക്കാൻ വേണ്ടിട്ട് മാഷിങ്ങനെ നല്ല അടിപൊളി പൊരിച്ചതാണ്, വേഗമാണേ വന്ന് കഴിച്ചോ, ഇങ്ങനെ പറയാ. അപ്പൊ ആ കുളപ്പുറം ജനിച്ചതും ഞാൻ വലിയൊരു സൗഭാഗ്യമായിട്ടാണ് കാണുന്നത്, ഒരു സംശയമില്ല. ആരിഫ് ഡോക്ടറെ, നമ്മള് പറയൂ ലിയാഖത്ത്. നേരത്തെ സംസാരിച്ചിട്ടില്ല. സംസാരിച്ച നേരിട്ടല്ല, ഫോണിലൊക്കെ സംസാരിച്ചേ ഉള്ളൂ. അപ്പൊ കഴിഞ്ഞ ബാണിയക്കാർ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെ ഏതായാലും പങ്കെടുത്തു. പിന്നെ ആദ്യ പ്രോഗ്രാം ഒന്നാമത് ആരിഫ് ഡോക്ടറാണ് ഗസ്റ്റ് എന്ന് പറഞ്ഞു. പിന്നെ റഷീദ് നമ്മളെ സഹപാഠിയാണ്, ഹോസ്റ്റ്, ആങ്കറായിട്ട് എല്ലാം കൊണ്ടും പങ്കെടുത്തു. അപ്പോ ഇതിന്റെ ചോദ്യങ്ങളെല്ലാം പിന്നെ എന്താ പറയുക, ഒരു പത്രപ്രവർത്തകന്റെ ഒരു കലാവൈഭവം ഉണ്ട്, അതോടൊപ്പം ബാണിയക്കാരന്റെ ഒരു തനിമയുണ്ട്. രണ്ടും ഒത്തിണങ്ങിയ. അതെ, അതുകൊണ്ട് ഈ പരിപാടി നന്നായി. വരാത്ത ആളുകൾക്ക് നഷ്ടമാണെന്ന് തോന്നുന്നു. ഏതായാലും തുടക്കം ഗംഭീരായി. അപ്പൊ ചോദ്യങ്ങൾ ചോദിക്കാന്ന് വിചാരിച്ച് എന്നോട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടപെടണമെന്നൊക്കെ ഒരു പൾസ് ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും നമ്മള് ഈ ഉയർച്ചക്കെല്ലാം കാരണം, ഇപ്പൊ ഞാന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, വാണിമേൽ UP-യിൽ പഠിക്കുന്ന സമയത്താണ് വലിയൊരു സംഭവമായിട്ട് ആരിഫ് ഡോക്ടർ ഇങ്ങനെ ഡോക്ടറായി. നമുക്കൊരു ഭയങ്കര മോട്ടിവേഷൻ ആയിട്ട് ഇവിടുന്ന് പഠിച്ച ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ആകാൻ പറ്റും എന്നൊക്കെയുള്ള രൂപത്തിൽ ഭയങ്കര ഒരു ക്രസന്റിന്റെ ഒരു ഭയങ്കര വിജയമായിട്ട് ഒക്കെയാണ്. അപ്പോ നമ്മളുടെ പഴയ തലമുറ ഒരുപാട് സേവനങ്ങൾ നമ്മുടെ നാട്ടില് ചെയ്തതിന്റെ പേരിൽ നമ്മൾക്കൊക്കെ, ഞാൻ ഉൾപ്പെടെ ആളുകൾക്ക്, നിങ്ങളാണെങ്കിലും ഇവിടെയുള്ള ഒരുപാട് ഡോക്ടർമാർ, എഞ്ചിനീയർമാരൊക്കെ പല ദേശങ്ങളിലായിട്ട് ഇങ്ങനെ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. അന്ന് വളരെ ചെറിയ റിസോഴ്സുകളൊക്കെയാണ് അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോ നമ്മളുടെ റിസോഴ്സുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ അടുത്ത തലത്തിലേക്ക് ഇപ്പൊ വാണിമേലിന്റെ ഒരു ഐക്കോണിക് ആയിട്ട് മാറുന്ന ഇപ്പൊ അരീക്കോടിന് ശേഷം നമ്മൾ വാണിമേൽ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ വളരെ മെച്ചപ്പെട്ട ഒരു സ്ഥലം ഒരു എന്തോ ഡിസ്റ്റർബൻസ് വന്നിട്ടുണ്ടായില്ല. ഹലോ, ആരാ പറയുന്നെന്ന് പറഞ്ഞാല്? ഡോക്ടർ ലിയാഖത്ത് സംസാരിക്കും. അല്ല, ലിയാഖത്തിന്റെ ഇടയിൽ വേറെ ആരോ കേറി പറഞ്ഞെന്ന് തോന്നുന്നു. അതാ ക്ലിയർ അല്ലാത്തെന്ന് തോന്നുന്നു. അത് ലിയാഖത്ത് തന്നെയാണോ പറഞ്ഞേ? അല്ല, സുബേർഖാന്റെ വോയിസാ. അതെ, സുബേറിന്റെ വോയിസ്. അപ്പൊ ലിയാഖത്ത് കണ്ടി മ്യൂട്ടായോ? എന്താ സംഭവിച്ചത്? ലിയാഖത്ത് എന്തോ ലൈനിൽ നിന്ന് ഔട്ടായോ? കാണുന്നുണ്ട്, പക്ഷെ ആളെ കാണുന്നില്ല. കറണ്ട് പോയോ? കറണ്ട് പോയതായിരിക്കും. അങ്ങനെന്തോ ആണ്. അതങ്ങനെയായിരുന്നു, പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. നമ്മളൊക്കെ ചെറുപ്പത്തിലും കറണ്ട് പോവുമല്ലോ, അതിന്റെ ഒരു മൊയ്തുക്ക എന്തെങ്കിലും സംസാരിക്കും. നമ്മളെ കൈതക്കല്ല മൊയ്തു, ഭാഷ ചന്ദ്രമാഷില്ലേ, ചന്ദ്രമാഷ് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. അധ്യാവസാനം നന്നായി നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാം കേട്ടു, വളരെ ശ്രദ്ധയോടെ കേട്ടു കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ചോദ്യമായിട്ട് പറഞ്ഞാൽ ഇടയ്ക്ക് തോന്നിയൊരു സംശയം എന്ന് പറഞ്ഞാലേ, നല്ലൊരു പ്രതീക്ഷയോടുകൂടി വളർന്നു വന്നിട്ട് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടേ നമ്മള് ഫിസിക്സിന് ചേർന്നു, അത് പെട്ടെന്ന് തന്നെ നിരാശ വന്നു എന്ന് പറയില്ലേ, ഒരു വലിയ പ്രതിസന്ധി ഘട്ടല്ലേ. അപാരമായൊരു നിരാശ തോന്നാൻ സാധ്യതകളാണ്. ഞാൻ ഇങ്ങനെ ആയിപ്പോവോ, ഇനി എവിടെ എത്തൂല, എന്റെ ബ്ലോക്കായി എന്നുള്ളൊരു തോന്നൽ വരില്ലേ? അത് പ്രതിസന്ധി ഘട്ടമാണ്. അതായത് ചിലര് ഒരു ഭാഗ്യത്തിന്റെ ഇതും കൊണ്ട് രക്ഷപ്പെട്ടായിരിക്കാം ഞാൻ എനിക്ക് തോന്നുന്നു.
ചിലപ്പോൾ എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല. വേറെ എന്തെങ്കിലും കോഴ്സിനോ അല്ല ബിഫാമിനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നോക്കാം എന്നൊക്കെ ഇതുണ്ടായിരുന്നു. അത് വളരെ ശരിയാണ്, നല്ലൊരു അനിശ്ചിതത്വത്തിന്റെ ഒരു നാളായിരുന്നു അത്. പക്ഷേ പിന്നെ ക്ലാസ്സിലും പോലും, പക്ഷെ അത് പറഞ്ഞു വെച്ചാൽ ക്ലാസ്സിൽ പോയിട്ടില്ലെങ്കിലും ഞാൻ ലൈബ്രറിയിലൊക്കെ നന്നായിട്ട് പോയിട്ട് ഈ ഡിഗ്രി സുവോളജിന്റെ ബുക്കു സുവോളജിയിൽ നല്ല അങ്ങനെ ഒരു അഡ്വൈസ് എങ്ങനെയാ വന്നേ? നമുക്ക് എങ്ങനെ ചേരാത്തൊരു മേഖലയിലേക്ക് എത്തിപ്പെടാനുള്ള അഡ്വൈസ് എത്തിപ്പെടാൻ ഞാനത് എനിക്ക് തന്നെ പറ്റിയൊരു ഒരു തെറ്റാണ്. ഞാൻ ഫിസിക്സിനെ മനസ്സിലാക്കിയതിൽ എനിക്ക് പറ്റിയൊരു തെറ്റാണ്. അതങ്ങ് റെഡിയാവും എന്ന് വിചാരിച്ചു ഞാൻ. എനിക്ക് കണക്കൊക്കെ അങ്ങ് റെഡിയാവും, കണക്ക് ട്യൂഷന് പോയി നോക്കി റെഡിയാവുന്നില്ല. പിന്നെ കാരണം ഈ പ്രീ ഡിഗ്രിക്ക് കണക്ക് പഠിക്കാതെ പിന്നെ പ്രീ ഡിഗ്രീന്റെ കണക്ക് ട്യൂഷനും പോയി നോക്കി കുറച്ച്, അതൊന്നും നടന്നില്ല. അപ്പൊ എല്ലാം കൂടെ ഒരു കൺഫ്യൂഷനിലായിരുന്നു ആ സമയത്ത്. പക്ഷെ പിന്നെ തീരുമാനിച്ചു, ഒന്ന് ഏതായാലും ഫിസിക്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഉറപ്പാണ്. ഒരു 1 year കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാം, വേറെ എന്തെങ്കിലും കോഴ്സിന് ചേരുവോ അല്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ പിന്നെ അത് ഒഴിവാക്കി കുറെ അധികം ഈ എൻട്രൻസിന് വേണ്ടി വായിച്ചു. അത് തന്നെ സംഭവം. അതുകൊണ്ടായിരിക്കാം കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടാവുക. ദൈവത്തിന്റെ സമയം. സോറി, ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ആ പഴയ തലമുറ ബാറ്റൺ കൈമാറിയിരിക്കുന്നത് നമ്മളിലേക്കാണല്ലോ, അപ്പൊ പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ ആളുകളിലേക്ക്. അപ്പോ ഏതായാലും വാണിമേലിന്റെ ആ ഒരു വളർച്ച പൂർത്തിയായി എന്ന് അഭിപ്രായപ്പെടാൻ സാധ്യമല്ലോ, ഇനിയും വളരണമല്ലോ. ആ രംഗത്ത് എന്തെങ്കിലും ഒരു ചിന്ത നമുക്ക്, അതായത് വാണിമേലിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ്, ഇങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കും കൂടി അതിൽ പങ്കാളിക ആകാമായിരുന്നു എന്നുള്ള രൂപത്തിൽ വല്ല ചിന്തയും ഷെയർ ചെയ്യാനുണ്ടോ ബാണിയക്കാർ ഈ ഗ്രൂപ്പിൽ? തീർച്ചയായിട്ടും. ആദ്യമായിട്ട് പറയാൻ വെച്ചാൽ നമ്മൾ പഴയ തലമുറ നമുക്ക് വേണ്ടി ചെയ്തതിന്റെ 1% പോലും നമ്മൾ ഭാവി തലമുറക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. ആ പണ്ടുണ്ടാക്കിയ സ്കൂളും പണ്ട് ഒരുപാട് പിന്നെ പ്രൈവറ്റ് പിന്നെ സ്കൂളുകളും LP സ്കൂളും ഒക്കെ അവര് വളരെ ദീർഘദൃഷ്ടിയോടുകൂടി ചെയ്തു വെച്ച കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഇവിടെ എത്തിയത്. ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം വീട്ടിൻ്റെ അടുത്തൊരു ഹൈസ്കൂള്, രാവിലെ എണീച്ച് കുളിച്ച് പോവാം, ഉച്ചക്ക് ചോറ് കഴിക്കാൻ വരാം, നേരത്തെ തിരിച്ച് സ്കൂളിൽ നിന്ന് പിന്നെയും വരാം. നേരെ മറിച്ച് എന്നെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് കല്ലാച്ചിയോ വളയത്തോ ഒക്കെ ആയിരുന്നു ഹൈസ്കൂളെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇത്രയൊന്നും ഞാൻ പഠിക്കില്ലായിരുന്നു, ഈ ഒരു ലെവലൊന്നും എത്തൂലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അവര് നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച അതിന്റെ 1% പോലും നമ്മൾ നമ്മുടെ ഭാവി തലമുറക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല നാട്ടില്. അപ്പൊ അതിനിയും നമുക്ക് ആലോചിക്കാവുന്നതാണ്. ചെറിയ 1-2 പ്രോജക്റ്റുകളൊക്കെ ഉണ്ടെന്നല്ലാതെ, ബ്രദേഴ്സിന്റെ ഒക്കെ 1-2 ആ പ്രൊജക്റ്റ് ഒക്കെ ഉണ്ടെന്നല്ലാതെ മറ്റ് വിദ്യാഭ്യാസ മേഖലകളിലൊന്നും നമ്മൾ പിന്നെ നമ്മുടെ മുൻ തലമുറ ചെയ്തു വെച്ചതിന്റെ 1% പോലും നമ്മുടെ അടുത്ത തലമുറക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്തിട്ടില്ല. ആ ഒരു ഇത് ശരിയാ. എന്തെങ്കിലും അതായത് നമ്മുടെ ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് എല്ലാം വെച്ചിട്ട് എന്തെങ്കിലും സജഷൻ നമുക്ക് ഇങ്ങനെ തുടങ്ങാം, അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇപ്പൊ മനസ്സിലില്ല. പക്ഷെ ഏതായാലും ഡോക്ടർക്ക് ആ ഒരു ആലോചനയിലൊന്നും പങ്കെടുക്കാന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അങ്ങനെ ഒരു ആലോചന. അതല്ലേ, നമുക്കിപ്പോ ഇതിനകത്ത് ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ, നമുക്കൊരു ഭാവിയിൽ നമ്മുടെ നാടിനെ സഹായിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ ആലോചന. ഏതായാലും ഇതിന്റെ ഒരു അത് ഏത് രീതിയിലും അത് ചെയ്യാം. അത് നമ്മളെ മനസ്സിലുള്ള കാര്യം തന്നെയാണ്. നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മളെ പഴയ തലമുറയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് ചാരിറ്റി പ്രവർത്തനം അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ ചെയ്യുന്നല്ലാതെ ഒരു സ്ഥായി ആയിട്ടുള്ള ഒരു സ്ഥാപനമോ അങ്ങനെ ഒന്നും പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മള് ഒരു സീരിയസ് ആയി ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതെ, കാര്യം എന്താ വെച്ചാൽ 50 കൊല്ലം മുമ്പേ നമ്മളൊരു ഹൈസ്കൂളെല്ലാം തുടങ്ങാൻ വേണ്ടി നമ്മളെ പിതാക്കന്മാരൊക്കെ ആലോചിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു സർവകലാശാലയോ അല്ലെങ്കിൽ വലിയ അതുപോലുള്ള ബൃഹത്തായ അതിന്റെ ആ ഒരു സമയം അങ്ങനത്തെ ഒന്നും നമുക്കില്ല. ഇപ്പൊ നമ്മള് പറയും, അതായത് നമ്മളെല്ലാം അങ്ങനെ ഉണ്ടായിരുന്നു, വാണിമേൽ അങ്ങനെയായിരുന്നു, ഉപ്പപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട അവസ്ഥയാണ്.
അത് ഹൈസ്കൂൾ എന്നല്ല, ഇതിപ്പോ അതിന്റെ മുമ്പേ തന്നെ ഇപ്പം ഹൈസ്കൂൾ അറബി കോളേജ് ഉണ്ട്, നമ്മുടെ LP സ്കൂളും LP സ്കൂളും അങ്ങനെ ഭൂമിയാക്കളെ 2 സ്കൂളും അന്നത്തെ ആ കാലത്ത് അവര് 3 ഹൈസ്കൂളുള്ള പഞ്ചായത്ത് എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ വളരെ കുറവായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതെ അതെ. അപ്പൊ അതൊക്കെ അവരൊരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോലെ വെറുതെ അല്ല. പഴയ തലമുറ സ്ഥലമായിട്ടും അതിന്റെ എന്തെല്ലോ അവരൊരുപാട് പലതും സാക്രിഫൈസ് ചെയ്തുകൊണ്ട് തന്നെയാ ഇത് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അന്നത്തെ കാലത്ത് അവരുടെ ഒരു പരിമിതമായ ഇതിൽ വെച്ചിട്ടാണ് അന്നൊരു അറബിക് കോളേജ് ഒക്കെ തുടങ്ങി. ആ ബിൽഡിങ്ങും അതിന്റെ ഇതും അത് പക്ഷെ മുന്നോട്ട് പോയില്ല, അത് വേറെ കാര്യം. ശരിക്കും ആ രൂപത്തിലൊക്കെ നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു സമയമായി എന്നും തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും അതൊക്കെ ഒരു ഏതായാലും നല്ലൊരു ആശയമാണ് ലിയാഖത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നമുക്ക് ഒരു നാടിന്റെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് അർത്ഥത്തിലുള്ള ഡെവലപ്മെന്റ് ആണ്. എഡ്യൂക്കേഷൻ ഉണ്ട്, സൗഹൃദം ഉണ്ട്, പിന്നെ ഒരു പരസ്പര ഇങ്ങനെ കുറെ സാധനങ്ങൾ. അത് എന്ത് എന്നുള്ളത് നമുക്കൊന്നൊന്ന് ഒരു ആലോചന ഇതിന്റെ സാധ്യതയുണ്ട്. അതെ, ആവിഷ്കരിക്കാവുന്ന അതിന് ഇത് ഈ ഒരു ഡിസ്കഷൻ വഴി നീട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതന്നെ, ഈ ഡിസ്കഷൻ കൊണ്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാന്നേ ഉള്ളൂ. അതല്ല നല്ലതാ. വേറെന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ തലമുറയും ഇപ്പോഴത്തെ ഒരു തലമുറയാണ്. പഴയ തലമുറ നമ്മളെ ഇപ്പോഴുള്ള നമ്മളെ മക്കള് ഈ ആറ്റിറ്റ്യൂഡിലൊക്കെ ഒരു നല്ല ഡിഫറൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന് എങ്ങനെയാണ് പിന്നെ നമ്മൾ ആർക്കും പറയാ, ഇനി ആരിഫ് ഡോക്ടറാണല്ലോ ഇതിന്റെ ഉള്ളത്, എങ്ങനെയാ തോന്നുന്നത് പുതിയൊരു ഇതിലെ ഇങ്ങനെ ജനറേഷൻ? എന്റെ അഭിപ്രായത്തിൽ പുതിയ ജനറേഷൻ ഉഷാറാ, നമ്മളെ പോലെ തന്നെ അവരും ഉഷാറാ. നമുക്ക് അവരെക്കാളും മെച്ചായിട്ടുള്ളതൊന്നും എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്നൊന്നും. പിന്നെ എല്ലാം ഓരോരുത്തർ വളരുന്ന സാഹചര്യം, വീട്ടിലെ അന്തരീക്ഷം ഇതിനൊക്കെ അനുസരിച്ചിരിക്കും. ആസ് എ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ജനറേഷൻ സലാം പറയൂ. പറയടോ. ഞാനിങ്ങ് ബാംഗ്ലൂരാട്ടല്ലേ, ഞാൻ നേരത്തെ ചെയ്യുമ്പോ ഞാൻ അതാ ലീവായി കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ടില്ലേ? കുറച്ചായല്ലോ. ആണോ? ഇല്ല, സലാമിനെ ഞാനൊന്ന് ഇതില് കോട്ട് ചെയ്തിന്. നമ്മള് പണ്ട് എൻട്രൻസ് ട്യൂഷന് പോയിക്കില്ലേ ട്രിവാൻഡ്രത്ത്? അതെല്ലാം പറഞ്ഞോ? അടുക്കളയൊക്കെ ഞാൻ ജോയിൻ ചെയ്ത ഉടനെ ഹോട്ടൽ കയറേണ്ടി വന്നു, അതാ ക്ലോസ് ചെയ്തൊക്കെ. ഞാനേ ഒന്ന് ഇടപെടട്ടെ. നമ്മൾ ഇതിന്റെ ഇടയിൽ ഒരു 2 ആൾക്കാര് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ വെയിവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഷമ്മാസ, പിന്നെ മെഹബൂബ്. ഒന്ന് ഷമ്മാസ് ഒന്ന് പറയോ? റഷീദ് എന്തല്ല? ഉഷാർ ഷമ്മാസ് കുറച്ച് നേരത്തെ ആയിരുന്നു ഷമ്മാസ്. മെഹബൂബ് പിന്നെ രണ്ടാമത്തെ ചോദിച്ചത് ഇവിടെ ഉണ്ടോ? മെഹബൂബ് ഉണ്ട്. മെഹബൂബെ മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്നാ പിന്നെ അവര് വരട്ടെ. നമുക്ക് വേറെ ആരെങ്കിലും? റഷീദ്, നമ്മുടെ സമയം ഇപ്പോഴ് 10:35. നമുക്ക് ടൈം ഫിക്സ് ചെയ്യുന്നു നമ്മള്. നമ്മള് ശരിക്കും 10:15 തീർക്കാനായിരുന്നല്ലോ. അപ്പൊ നമ്മൾ 1/4 മണിക്കൂർ വൈകിയതുകൊണ്ട് ഇപ്പൊ ഏതാണ്ട് സമയമാവുന്നു. നമ്മൾ 1 മണിക്കൂർ ആയിട്ടേ ഉള്ളൂ. നമുക്ക് അങ്ങനെയാണ്. എന്നാ പിന്നെ എല്ലാവരോടും കൂടി നമ്മള് വൈൻഡപ്പ് ചെയ്യാം, അല്ലെ? ആർക്കെങ്കിലും എന്തെങ്കിലും അങ്ങനെ ഉണ്ടല്ലോ, എന്തെങ്കിലും പറയണമെന്ന് തോന്നിയിട്ട് പറയാതായിട്ടുണ്ടെങ്കിൽ പറയട്ടെ. എന്നിട്ട് മെഹബൂബ് വന്നിട്ടുണ്ട്. മെഹബൂബെ അത് അൺമ്യൂട്ട് ചെയ്യണം. ഞാന് ജോയിൻ ചെയ്യാൻ പോയി. എറണാകുളത്താണ് ഉള്ളത്. എറണാകുളം ടൗണൊക്കെ കറങ്ങി വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആയി പോയി. അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ അല്പം വൈകി പോയി, ഒന്നും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല.
പക്ഷെ അവസാനം കുറെ ഒക്കെ കേട്ട് ആരിഫിന്റെ പാട്ടൊക്കെ കേട്ടു, അല്ലിപ്പൂങ്ക അവരുടെ പാട്ടൊക്കെ കേട്ടു, ആസ്വദിച്ചു. താങ്ക് യു താങ്ക് യു താങ്ക് യു. നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് റഷീദെ, നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഒരു ഏരിയ എന്നുള്ള ആളുകളെ വന്നിട്ടുള്ളൂ കൂടുതലായിട്ട്. പിന്നെ നമ്മുടെ വാണിയക്കാലത്തിലെ എല്ലാ മേഖലയിലുള്ള ആളുകൾ ഇതിനകത്തേക്ക് വന്നിട്ടില്ല. അത് കുഴപ്പമില്ല. ഇത് കാരണം ഇതൊരു സ്പേസ് മാത്രമായിട്ട്, കാരണം നമ്മളിപ്പോ ഇതിന്റെ വീഡിയോ നാളെ എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ. ഇപ്പൊ ഇന്ന് വന്നില്ലെങ്കിലും കാണണമെന്ന് താല്പര്യമുള്ള എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ. നാളെ നമ്മളത് യൂട്യൂബ് ഇടുമല്ലോ. പിന്നെ പലയിടത്തും മഴ കാരണം കറണ്ട് ഇല്ലാത്ത കേസും അങ്ങനെയൊക്കെ, നെറ്റ് പ്രോബ്ലം അതൊക്കെ ഉണ്ട്. ഇപ്പൊ നല്ല മഴയാണ്, അപ്പൊ ചില കേസുകളൊക്കെ അങ്ങനെ ഉണ്ടാവും താല്പര്യമുള്ളവര്. എല്ലാ പ്രോഗ്രാമും റെക്കോർഡ് ആയിരിക്കില്ല അല്ലേ? എന്തായാലും പ്രോഗ്രാം നന്നായിരുന്നു, നല്ല പ്രോഗ്രാം. ഷമ്മാസിന്റെ ഒരു മെസ്സേജ് കാണുന്നുണ്ട്. ഷമ്മാസ് സംസാരിക്കുന്നോ? ഹലോ ഷമ്മാസ്. ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഹായ് പറയാൻ വേണ്ടി മാത്രാണ്. ല്ലേ? ഞാൻ ഇടയ്ക്ക് കയറിയതേ ഉള്ളൂ, പൂർണ്ണമായിട്ട് കാണാൻ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഈ പറഞ്ഞ പോലെ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോ പാട്ടൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. ആരിഫിന്റെ പാട്ട് അതുപോലെ തന്നെ ഇക്ബാലിന്റെ ഒക്കെ പാട്ട് എന്നൊക്കെ പറയുന്നത് നമ്മള് ചെറുപ്പകാലത്തിലൊക്കെ ഉള്ള ഒരു നൊസ്റ്റാൾജി തന്നെയായിരുന്നു. രാവിലെ എന്നുള്ള പാട്ടൊക്കെ ഇപ്പോഴും ഒന്നുകൂടെ കേട്ടതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മള് രണ്ടുപേർക്കും പരിചയമുള്ള എന്റെ പിന്നെ ഫാത്തിമ ടീച്ചറുടെ വിവരങ്ങളൊക്കെ ഇപ്പൊ അറിയാറുണ്ടോ? ദുബായിലാന്നല്ലേ? അത് നമുക്ക് വേറെ സംസാരിക്കാം. ഞാനിപ്പോ കുറെ ആയി ഇപ്പൊ ബന്ധപ്പെട്ടിട്ട്, എന്താ ഇപ്പൊ അവരുടെ അവസ്ഥ ഒന്നും അറിയുന്നില്ല. ദുബായിലാന്ന് തോന്നുന്നു. അത് നമുക്ക് വേറെ സംസാരിക്കാം. ആയിക്കോട്ടെ. അപ്പൊ നമ്മളെ പരിപാടി അങ്ങനെയാണെങ്കിൽ നമ്മളെ പരിപാടി സമയം 10:40 ആവുന്നു. അപ്പം നമുക്കത് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് അടുത്ത ബുധനാഴ്ച തന്നെ 8 മണിക്കാക്കാം സമയം. 8 മുതൽ 9 മണി വരെയുള്ള സമയം, പിന്നെ 9:15 വരെ എല്ലാവർക്കും സംസാരിക്കാനുള്ള ഒരു സമയം കൂടിയാക്കാം. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഇപ്പം തൽക്കാലം ഇത്രയും വൈകിയത് കൊണ്ടാണ്, ക്ഷമിക്കണം. നമുക്ക് ഇപ്പൊ അവസാനിപ്പിക്കാം. ഒരുപാട് സന്തോഷം ആരിഫെ, ഒരുപാട് സന്തോഷം. ഒറ്റ ഒരു കാര്യം, ഷഫീന നന്ദി പറയാനുണ്ട്, ഞാനത് വിട്ടുപോയതാണ്, സോറി ഷഫീന. ഹലോ ഷഫീന പോയാ? കാണുന്നില്ലല്ലോ. മാഷ് എന്നാൽ ഒരു നന്ദി പറയാം, എന്നാൽ നമുക്കങ്ങ് അവസാനിപ്പിക്കാം. ഞാൻ നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം നമ്മുടെ പ്രോഗ്രാം പിന്നെ നന്നായിട്ടുണ്ട്, പിന്നെ സന്തോഷമായി. എല്ലാം ഇതിൽ വന്ന ആളുകളൊക്കെ നമുക്ക് നേരത്തെ നന്നായിട്ട് പരിചയമുള്ള ആളുകളാണ്. അപ്പോ എല്ലാവരെയും ഇന്ന് വന്ന എല്ലാവരെയും നന്നായിട്ട് പരിചയമുള്ള ആളുകളാണ്. അപ്പോൾ അടുത്ത ദിവസം മുതൽ നമുക്ക് കൂടുതൽ ഇതായിട്ട് ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാം. ആരിഫ് ഒരുപാട് എന്താ പറയാ, ഡോക്ടറായ സമയത്തുള്ള ചരിത്രങ്ങളൊന്നും പറഞ്ഞ് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അതുപോലെ ഏതായാലും പിന്നെ ഇനിയും എന്താ പറയാ, പറഞ്ഞതിൽ കൂടുതൽ പറയാനുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പൊ ആരിഫ് ഡോക്ടർ പറഞ്ഞതിൽ കൂടുതൽ എത്രയോ പറയാൻ ബാക്കിയുണ്ട്. അത് ഇനിയും നമുക്ക് എന്ത് ചെയ്യാം, മറ്റ് സമയങ്ങളിൽ പറയാന്ന്. ഇത് പറഞ്ഞാലും നമുക്ക് തീരൂലല്ലോ. കേൾക്കാൻ ആളുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ നമുക്ക് ഒരുപാടുണ്ട്. ഷെയറിങ് ഈസ് ഹീലിംഗ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു ഹീലിംഗ് കിട്ടാറുണ്ട്, ഉള്ളിൽ നിൽക്കുന്ന ഒരു ഹീലിംഗ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത് നമുക്ക് ഈ പ്രത്യേകിച്ച് പ്രായമൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ പഴയതൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹീലിംഗിന്റെ പ്രാധാന്യം വളർന്നതാണ്.
അപ്പോ ഇനി നമുക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റുമെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് ഇരിക്കാന്നൊക്കെ ആഗ്രഹം തോന്നി പോവുകയാണ്. ഏതായാലും ഒരു നല്ല നിമിഷമായിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന ആളുകളെയൊക്കെ ഒന്ന് നേരിട്ട് കാണണമെന്ന് അതിയായ ആഗ്രഹം തോന്നുകയാണ്. മൊയ്തൂഖാൻ ഒന്ന് കാണണമെന്നൊക്കെ ഒരു ആഗ്രഹം തോന്നുന്നു. അങ്ങനെ ഓരോരുത്തരെയും. അപ്പോ ഇതിനകത്ത് വന്ന എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ഇത്രയും സമയം ഇങ്ങനെ നമ്മുടെ ഇതിന്റെ കൂടെ ഇരുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഇപ്പൊ ഓൺലൈനിലൊക്കെ ഇങ്ങനെ ഫുൾ ടൈം ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല പണിയാണത്. വേറെ പറഞ്ഞാൽ അതിന്റെ ഒരു താല്പര്യം കൊണ്ടാണ് ഇരുന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. പാനേക്കർ ഗ്രൂപ്പിന്റെ നന്ദി. താങ്ക് യു. ഓക്കെ ബൈ ബൈ. എല്ലാവർക്കും അപ്പൊ അടുത്ത ആഴ്ച കാണാം.